വിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തി. ഇസ്ലാമിക പ്രസരണം വളരെ ഊർജ്ജസ്വലതയോടുകൂടി നടക്കുന്ന കാലഘട്ടം. മദീനക്കാരാകുന്ന അൻസാരികളാകുന്ന സഹാബത്ത് ആദരവായ പ്രവാചകനോട് വലിയ ഇഷ്ക് വെക്കുകയും ആ പ്രവാചകർ നിർദ്ദേശിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്തി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്ത് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ പരിപൂർണമായി ശ്രദ്ധാലുക്കളായിക്കൊണ്ട് നിലകൊള്ളുന്ന കാലഘട്ടം. ഇങ്ങകലെ 450 കിലോമീറ്റർ ദൂരെയുള്ളതാകുന്ന പുണ്യമാക്കപ്പെട്ട മക്കയിൽ പ്രായാധിക്യം ചെന്നതാകുന്ന ഒരു മനുഷ്യൻ തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് സാധന സാമഗ്രികളെല്ലാം കയറ്റിവെച്ച് വിശുദ്ധമാക്കപ്പെട്ടതായ മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ നിങ്ങൾ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ ബസ്സിലോ അല്ലെങ്കിൽ വാഹനത്തിലോ ഒന്നുമല്ല അന്ന് യാത്ര ചെയ്യുന്നത്. നമുക്കറിയാം, ഒട്ടകത്തിന്റെ പുറത്താണ്. ഈ ഒട്ടകത്തെ യാത്രക്കാരനായി സഹോദരൻ ഒട്ടകത്തിന്റെ പുറത്ത് ദിവസങ്ങളോളം എടുക്കും മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ. ദുർഘടകമാകുന്ന വഴിയാണ്, മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. അതെല്ലാം തിരിച്ചറിഞ്ഞതാകുന്ന ഈ വ്യക്തി, ആയിഷ എന്നു പേരുള്ളതാകുന്ന ഈ മനുഷ്യൻ പുണ്യമായ മദീനയിലേക്ക് മക്കയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പൊ ആളുകൾ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അദ്ദേഹം കൊടുത്തൊരു മറുപടി, ഞാൻ പോകുന്നത് പുണ്യമാക്കപ്പെട്ടതായ മദീന ലക്ഷ്യം വെച്ചിട്ടാണ്. പോകുന്നത് മറ്റൊന്നിനുമല്ല, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈക്ക് പിടിച്ച് വിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വര തീരമണിയാൻ, ഷഹാദത്ത് കലിമ ചൊല്ലി യഥാർത്ഥ സത്യവിശ്വാസിയായി പരിണമിച്ച് മനോഹരമായ ജീവിതം നയിക്കാനാണ് ഇനി എന്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയും. സഹോദരങ്ങളെ, ചിന്തിക്കണേ. ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണെന്ന് ഓർക്കണം. പ്രവാചകർ മദീനയിലുണ്ട്. ആ മദീനയിലേക്ക് ചെന്ന് പ്രവാചകന്റെ കരം പിടിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇറങ്ങാൻ വേണ്ടി നിലകൊണ്ട ഈ മനുഷ്യനോട് ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നതിന് മുമ്പ് തന്നെ അവിശ്വാസികളിൽപ്പെട്ട എല്ലാവരും വന്ന് ഇടപെട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും പോകരുത്. കാരണം നിങ്ങൾ പോയാൽ മുഹമ്മദിന്റെ മതത്തിന്റെ അനുയായിയായി മാറിയാൽ 5 നേരം മുഹമ്മദ് പറയുന്ന ദൈവത്തിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യേണ്ടി വരും. നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ ആ മനുഷ്യന് പ്രായം ചെന്നതാകുന്ന ആയിഷ എന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞുവത്രേ, ലാത്തയും ഉസ്സയും എന്ന് പറയുന്ന ബിംബങ്ങളെ, നമ്മൾ വിഗ്രഹങ്ങളെ നിർവഹിച്ച് ആ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ സദാസമയവും തല കുമ്പിട്ട് നിലകൊള്ളുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം 5 നേരം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്ന് നിജപ്പെടുത്തിയിട്ട് ആ സമയത്തിൽ സുജൂദ് ചെയ്യുക എനിക്ക് പ്രയാസമല്ല. 24 മണിക്കൂറും വിഗ്രഹങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്തായിരുന്നു നമ്മൾ ശീലിച്ചത്. അങ്ങനത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന മുഹമ്മദിന്റെ ദൈവത്തിന്റെ മുന്നിൽ 5 നേരം സുജൂദ് ചെയ്യൽ വലിയ പ്രയാസമൊന്നും ഉള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു, റമദാൻ മാസം ഒരു മാസം മുഴുക്കെ പകൽ നോമ്പനുഷ്ഠിച്ച് നിലകൊള്ളണം. ഒരു സാധനവും കഴിക്കാൻ പറ്റൂല, ഒരു വെള്ളവും കുടിക്കാൻ പറ്റൂല. അപ്പോഴും അദ്ദേഹം മറുപടി കൊടുത്തു, രാത്രിയിൽ അതൊക്കെ പാനം ചെയ്യാനും ഭുജിക്കാനും പറ്റുമല്ലോ, പ്രശ്നമല്ല, ഒരു ഡേറ്റ് നല്ലതാണ്.
വീണ്ടും പറഞ്ഞു, നിന്റെ സമ്പത്ത് ചൂഷണം ചെയ്യും. എല്ലാ വർഷവും നിന്റെ കറൻസിയുടെ, നിന്റേതാകുന്ന കയ്യിലിരിക്കുന്ന സ്വർണത്തിന്റെ വെള്ളിയുടെ ഒക്കെ സക്കാത്ത് പിരിച്ചെടുക്കും മുഹമ്മദ്. അതിനാളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിക്കാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം ഉറച്ചു നിന്നു. ഇല്ല, അതൊന്നും എനിക്ക് വിഷയമല്ല. പാവങ്ങളുടെ കണ്ണീരപ്പാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, വർഷത്തിൽ എന്റെ കയ്യിലിരിക്കുന്ന 100ന്റെ 2.5% വെച്ച് പാവങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ തീർത്തും സന്തോഷവാനാണ്. കാരണം മുഹമ്മദിന്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ അവൻ കൃത്യമായി അത് വിതരണം ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് തന്നെ ഉറപ്പാണ്. കാരണം മുഹമ്മദ് എന്ന ഈ മനുഷ്യൻ മക്കയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്കിടയിൽ അൽ അമീനാണ്, സത്യസന്ധന്. അതുകൊണ്ട് തന്നെ അവന്റെ കൈകളിൽ പണമേൽപ്പിച്ചാൽ അവനത് ദുർവ്യയം ചെയ്യുകയില്ല, മോശമായ രീതിയിലേക്ക് തിരിക്കുകയില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ വിഷയം പറഞ്ഞ് നിങ്ങൾ എന്നെ പുറകോട്ട് വലിക്കാമെന്ന് കരുതണ്ട, ഞാനത് നൽകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ ഒട്ടകത്തിന്റെ പുറത്ത് കയറി വിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിച്ചു. സഹോദരങ്ങളെ ചിന്തിക്കണം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമുക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉംറയ്ക്കും ഹജ്ജിനും പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, 450 കിലോമീറ്ററാണ് ദൂരമുള്ളത്. മാക്സിമം പോയാൽ ഒരു 5, 6, 7 മണിക്കൂർ കൊണ്ട് നമ്മൾ ബസ്സിലായാലും കാറിലായാലും അവിടെ എത്തിച്ചേരും. അത്രയ്ക്ക് വിശാലമായ 80-ലും 100-ലും 120-ലും ഒക്കെ വാഹനം ഓടിക്കാൻ പറ്റുന്ന നിരത്തുകളായി സൗദിയിലെ നിരത്തുകൾ മാറി എന്നുള്ളത്. ഹറം ഷരീഫിനോട് അടുക്കുന്ന സമയത്ത് തന്നെ ആ റോഡുകളിലേക്ക് എത്തുമ്പോൾ തന്നെ 80 കിലോമീറ്റർ വേഗതയാണ്. മെയിൻ റോഡുകളിലേക്ക് എന്നാൽ പിന്നെ 100-ഉം 120-മായി വളരെ സ്പീഡിൽ തന്നെ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ അന്ന് അക്കാലഘട്ടത്തിലും മുത്തുനബിയുടെ കാലഘട്ടത്തിൽ ഇതൊന്നുമല്ല. എല്ലാ സ്ഥലങ്ങളിലും കല്ലും വലിയ പാറക്കെട്ടുകളിലും മലയിടുക്കുകളുമൊക്കെയായി, അതിനിടയിൽ മരുഭൂമിയൊക്കെയായി, ഏതാണ് വഴി എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്കുള്ളതാകുന്ന പ്രയാസകരമാകുന്ന യാത്ര. ഒരുപക്ഷെ 450 കിലോമീറ്റർ വാഹനത്തിൽ അത് തന്നെ കൃത്യമായി അടയാളപ്പെടുത്തി ബോർഡ് വെച്ച് ഇനി ഇത്ര കിലോമീറ്റർ നിങ്ങൾ ഒട്ടാനുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു പാസേജിന്റെ സമയമൊന്നുമില്ല. ഈ 450 കിലോമീറ്റർ അവരെത്തുക 600-700 കിലോമീറ്റർ ഒക്കെ ചുറ്റിയിട്ടാണ്. കാരണം അത്രയേറെ ചുറ്റലുകളും ദൈർഘ്യമാകുന്ന യാത്രയും ക്ഷീണവും ഒക്കെ കഴിഞ്ഞ് അവസാനം ഈ പടുവൃദ്ധനായ ആയിഷ എന്ന മനുഷ്യൻ പുണ്യമായ മദീനയിലേക്ക് എത്തി. ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോ ഒട്ടകത്തിന്റെ പുറത്ത് ആവശ്യമാകുന്ന സാധന സാമഗ്രികൾ കയറ്റിവെച്ച് നാട്ടുകാരോട് ടാറ്റ കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് വിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി. എന്താണ് ലക്ഷ്യം? ഇസ്ലാം മതം എന്ന് പറയുന്ന മഹനീയമായ മതത്തിന്റെ അനുയായിയാകുക, അതാണ് ലക്ഷ്യം. ശരിക്കും ശ്രദ്ധിക്കണേ. മദീനയിലെത്തി ഹറം ഷരീഫിലേക്ക് കടക്കാൻ വേണ്ടി തുനിയുന്ന മനുഷ്യൻ അവിടെ അതാ ഒരു സഹോദരനെ കാണുന്നു. ഹറമിന്റെ വെളിയിലായി ഒരു അവിശ്വാസിയായ കാഫിറായ ഒരു വ്യക്തിയെ കാണുന്നു. നോക്കുമ്പോ പരിചയമുള്ള മുഖമാണ്, തന്റെ നാട്ടുകാരനാണ്. ബിസിനസ് ആവശ്യാർത്ഥമായി പല വഴി യാത്ര ചെയ്തിട്ട് ഇതിലെ വന്നുകൂടിയതാണ്. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ആയിഷ നീ ഇവിടെ വന്നത്? അപ്പോൾ അവിശ്വാസിയാകുന്ന ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വന്നത് ഇസ്ലാം മതം സ്വീകരിക്കാനാണ്. ഇസ്ലാമിൽ ഇന്ന ഇന്ന നിയമങ്ങൾ നിനക്കറിയില്ലേ? നിയമങ്ങൾ ഓരോന്നായി പറയുമ്പോ ഇദ്ദേഹം തന്നെ പറഞ്ഞു, നിസ്കാരം 5 നേരമല്ലേ? എനിക്കറിയാം. റമദാനിലെ നോമ്പ് പിടിക്കുന്ന വിഷയമല്ലേ? എനിക്കതറിയാം. പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി സക്കാത്ത് കൊടുക്കുന്നതായ പ്രവണതയല്ലേ? അതും എനിക്കറിയാം. സാമ്പത്തികമായി ശാരീരികമായി എല്ലാ നിലയ്ക്കും കഴിവുണ്ടെങ്കിൽ വിശുദ്ധമായ ഹജ്ജ് നിർവഹണം നടത്തണം, അതും എനിക്കറിയാം. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളും എനിക്കറിയാം. വിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ കൽപ്പന നിരോധന ക്രിയകളും ഞാൻ പഠിച്ചവനാണെന്ന് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല എന്ന് പറഞ്ഞ് കഅബ പരിശുദ്ധമാക്കപ്പെട്ട മദീന മുനവ്വറയിലേക്ക് കടക്കാൻ വേണ്ടി പോവാൻ. പ്രവാചകൻ തൊട്ടപ്പുറത്ത് തന്നെ മദീന പള്ളിയിലുള്ള സമയമാണെന്ന് ഓർക്കണം. ഹറമിലേക്ക് കടക്കുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, നിനക്കറിയില്ലേ മുഹമ്മദിന്റെ മതത്തിൽ കള്ളുകൂടി പരിപൂർണമായി ഒഴിവാക്കിയിരിക്കുന്ന വസ്തുത അറിയില്ല? ആ മനുഷ്യൻ ഉടനെ തന്നെ ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി മുമ്പോട്ട് വെച്ച കാല് പിറകോട്ട് വലിച്ച് 2 അടി പിറകോട്ട് മാറി നിന്നു.
തനിക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാകുന്ന ലഹരിയുടെ ഉപയോഗം ഇനി പാടില്ല എന്ന് പറയുന്നത് കേട്ടപ്പോ സത്യമാണോ എന്ന് അദ്ദേഹം വീണ്ടും ആ മനുഷ്യനോട് ചോദിച്ചു. നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണോ? അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല. അതൊഴിച്ച് ബാക്കിയൊക്കെ ഞാൻ പഠിച്ചതാണ്. വ്യഭിചരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ പ്രായാധിക സമയത്ത് ഇനി ആരെ വ്യഭിചരിക്കാനാണ്? എല്ലാ ആശകളും മുറിഞ്ഞ് പരസ്പരികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ. പക്ഷെ ലഹരി എന്ന് പറയുന്ന കള്ള് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിവാക്കാനേ പറ്റുകയില്ല. എന്റെ ജീവിതത്തിന്റെ കൂടപ്പിറപ്പാണ് എന്ന് പറഞ്ഞ് ഒട്ടകത്തിൻ്റെതാകുന്ന മൂക്ക് കയറ് പിടിച്ച് മദീനയിൽ നിന്ന് അദ്ദേഹം നേരെ തിരിച്ചു നടക്കുകയാണ് മക്കയിലേക്ക് യാത്ര പോവാൻ. അതിശയത്തോടുകൂടി കൂട്ടുകാരൻ ചോദിച്ചു, എന്തേ മുഹമ്മദിനെ കാണുന്നില്ലേ? ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രേ, ഞാൻ എന്റേതാകുന്ന താല്പര്യം കള്ളുകുടിക്കുക എന്ന് പറയുന്ന മദ്യത്തിനോടുള്ള അമിതമാകുന്ന ആസക്തി അത് പരിപൂർണമായി കുറച്ചിട്ട് വരാം. ഒരു വർഷം ഞാൻ മദ്യം നുകരാൻ വേണ്ടി നിയ്യത്ത് വെക്കാൻ. ഇനിയുള്ള കരുതൽ അതാണ്. ഒരു വർഷം പരിപൂർണമായി മദ്യം നുകർന്ന് അതിനോടുള്ള എല്ലാ താല്പര്യങ്ങളും കുറച്ചതിന് ശേഷം, വിരക്തി ഉണ്ടായതിനു ശേഷം അടുത്ത കൊല്ലം മുഹമ്മദിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഞാൻ വിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ഒട്ടകത്തിന്റെ പുറത്ത് കയറി മദീന നിവാസികൾക്ക് യാത്ര പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് പോകവേ കള്ളു കുടിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര പോവാൻ. ഒട്ടകക്കട്ടിലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കള്ളു കുടിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. തിരിച്ചും അദ്ദേഹം കള്ളു കുടിച്ചുകൊണ്ട് തന്നെ പോവാൻ. പോകുന്ന വഴിയിൽ ഉറക്കം തൂങ്ങി. ചരിത്രം കാണാം. ആ ഒട്ടകക്കട്ടിലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് പിരടി വന്നിടിച്ച് സാരമായ വലിയ മാരകമാകുന്ന പരിക്ക് പറ്റി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു, കാഫിറായി ചത്തുപോയി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഞാൻ എന്തിനാണ് തുടക്കത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മലപ്പുറം ജില്ലയിലെ തവളഞ്ചിനയിലുള്ളതാകുന്ന സഹോദരിമാരോട് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മഹത്തായ ഹിദായത്ത് എന്ന് പറയുന്ന വെളിച്ചം അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഈ മനുഷ്യന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. കള്ളു കുടിക്കുന്നതിലൂടെ ഹിദായത്ത് പരിപൂർണമായി അടയുകയാണ്. ഹിദായത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. തൊട്ടടുത്ത മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ആ പ്രവാചകരെ കണ്ടുകൊണ്ട് വിശുദ്ധമായി ഇസ്ലാമിന്റെ തീരമണിയാൻ സാധിക്കാതെ ഞാൻ അടുത്ത കൊല്ലം കടന്നു വരാമെന്ന് പറഞ്ഞ് പ്രവാചകന്റെ ചാരത്ത് നിന്ന് മടങ്ങി, അഥവാ മദീനയിൽ നിന്ന് തിരിച്ചുപോയി. ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് ഉറക്കം തൂങ്ങി താഴെ വീണിട്ട് തലയിടിച്ച് പെരടിയിടിച്ച് വീണ് വലിയ പരിക്ക് പറ്റിയിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു, കാഫിറായി ചത്തുപോയി. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഉദ്ദേശിച്ചവർക്കല്ലാതെ അള്ളാഹു ഹിദായത്ത് നൽകൂല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അള്ളാഹു ഹിദായത്തിലാക്കൂല. അള്ളാഹു ഉദ്ദേശിക്കണം, അവന്റേതാകുന്ന മശീയത്ത് ഉണ്ടാകണമെന്ന് വിശുദ്ധമായ ഖുർആൻ. പടച്ചറബിന്റെ തീരുമാനപ്രകാരമല്ലാതെ ലോകത്തൊരു വസ്തുവും ഒരു കാര്യവും നടക്കുന്നില്ല. ആ മനുഷ്യന് ഹിദായത്ത് കിട്ടണമെന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമില്ല, ഖദർ ഖളാഇലില്ല. നോക്കണം നിങ്ങൾ, ഒരു കള്ളുകുടിയിലൂടെ ഉണ്ടായ വിപത്താണിത്. ആ മനുഷ്യന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, വിശുദ്ധമായി ഇസ്ലാം മതം സ്വീകരിക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ ആയിഷ എന്ന് പറയുന്ന മനുഷ്യൻ പുണ്യമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുത്തുനബിയുടെ കരം പിടിച്ച് ചുംബിക്കുകയും ആ പ്രവാചകരുടെ ചാരത്ത് വെച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരൊറ്റ വാക്കുകൂടി പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ചാരത്ത് നിലകൊണ്ടാൽ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയേനെ. ആയിഷ എന്ന പേര് പറയുമ്പോൾ നമുക്ക് നിർബന്ധമായേനെ. റളിയല്ലാഹു അൻഹു പറയേണ്ടി വന്നേ അല്ലേ? ഉറപ്പായിട്ടും പറയേണ്ടി വരും.
മുത്തുനബിയുടെ കരം പിടിക്കുകയും പ്രവാചകന്റെ ചാരം പുൽകുകയും ആ പ്രവാചകരുടെ ചാരത്ത് നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുകയും ചെയ്താൽ സ്വഹാബിയായി, ഉന്നതമായ പദവിയായി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ളതാകുന്ന ഒരു അവസരം കൊടുക്കാതെ അദ്ദേഹത്തെ അല്ലാഹു മാറ്റിക്കളഞ്ഞു. ചിന്തിക്കണം, നമ്മൾ നിസ്സാര കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 5 വഖത്ത് നമസ്കാരത്തിലും അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത്? ഫാത്തിഹ സൂറത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ നിർത്തണേ അല്ലാഹ്, എനിക്ക് പരിപൂർണമായി ഹിദായത്ത് നൽകണേ അല്ലാഹ്, സന്മാർഗ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണേ നാഥാ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ 5 വഖത്ത് നമസ്കാരത്തിലും നിർബന്ധമായ പ്രാർത്ഥനയാണിത്. ഒരൊറ്റ വഖത്തിൽ പോലും മുടങ്ങാൻ പറ്റൂല. ളുഹറിന് നിർബന്ധമാണ്, അസറിന് നിർബന്ധമാണ്, മഗ്രിബിന് നിർബന്ധമാണ്, ഇശാഇന് നിർബന്ധമാണ്, സുബഹിക്ക് നിർബന്ധമാണ്. 5 വഖത്ത് നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ 17 റക്അത്താണ് ഒരു ദിവസം നീ നിർവഹിക്കുന്നത്. ഈ 17 റക്അത്തിലും നീ റബ്ബിനോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നമ്മുടെ മേൽ നിർബന്ധമായ ഒരു ചോദ്യം ഫാത്തിഹ സൂറത്തിൽ അത് മാത്രമേ ഉള്ളൂ, ഹിദായത്ത് മാത്രമേ ഉള്ളൂ. വേറൊന്നും അള്ളാഹുവിനോട് ചോദിക്കൽ നമുക്ക് നിർബന്ധമായതില്ല. ശരിക്കും മനസ്സിലാക്കണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹിദായത്ത് എന്ന വെളിച്ചം നിസ്സാരമല്ല. നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു അലാ ഖൽബി മൻ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നവന്റെ ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കുന്ന ചെറിയ പ്രകാശമാണ് ഹിദായത്ത് എന്ന് മഹാന്മാര് രേഖപ്പെടുത്താൻ. ചെറിയ പ്രകാശമാണ്, അത് അണഞ്ഞു പോകാം, ഏത് നിമിഷവും പോകാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയും. കള്ളു കുടിച്ചാൽ എന്തായാലും ഈമാൻ പോവും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞത് പറയാം. കള്ളു കുടിക്കാതെ നിസ്കാരവും ഇബാദത്തുകളും ഒക്കെ കണിശത വെക്കുന്ന ആളുകൾ പോലും അള്ളാഹുവിനോട് ഹിദായത്തിന്റെ സംരക്ഷണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ പറഞ്ഞത്. 5 വഖത്ത് നമസ്കാരത്തിൽ എത്ര റക്അത്തുണ്ട്? 17 റക്അത്താണ്. സുബഹി 2, ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ 4, മൊത്തം 17 റക്അത്താണ്. ഈ 17 റക്അത്തുകളിലും ഫാത്തിഹ ഓതൽ ഷാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇമാം ഓതണം, മഅ്മൂം ഓതണം. ശരിക്കും ശ്രദ്ധിക്കണേ. ഇമാം മാത്രം ഓതിയാൽ പോരാ, പിന്നെ ആരോടി ഓതണം? മഅ്മൂം ഓതണം. മഅ്മൂം മസ്ബൂക്കും രണ്ടും 2. പിന്തുടർന്നവനാണ് മഅ്മൂം, മറ്റേത് പിന്തിത്തുടർന്നവനാണ്. അവന് ഫാത്തിഹ വേണ്ട. വേഗം വന്ന് നിയത്ത് ചെയ്ത് കൈകെട്ടി ഇമാം റുക്കൂയിലേക്ക് പോയപ്പോൾ ഓടി വന്ന് എന്ത് ചെയ്യുന്നു? റുക്കൂയിൽ പോയി സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി പറയലോടുകൂടി അനക്കമടങ്ങലോടി ആ റക്അത്ത് കെട്ടുകയാണ്. അത് പിന്തിത്തുടർന്നവനാണ്. മഅ്മൂം എന്ന് പറഞ്ഞാൽ പിന്തുടർന്നവൻ, തുടക്കത്തിലേ ഉണ്ട്. അവൻ എന്ത് നിർബന്ധമാണ്? ഫാത്തിഹ ഓതണം. അത് തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ കൂടി എന്ത് നിർബന്ധമാണ്? ഫാത്തിഹ ഓതണം. ശരിക്കും ശ്രദ്ധിക്കണം. ചിലർ ആ സമയത്ത് ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് ഉണർത്തുന്നത്. ഷാഫി മദ്ഹബിൽ വേണം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാമായാലും മഅ്മൂമായാലും 2 കൂട്ടരും ഓതൽ നിർബന്ധമാണ്. ഒരു ദിവസം ഓതൽ നിർബന്ധമാണ് 17 തവണ ഫാത്തിഹ. 17 റക്അത്തുണ്ട് നിർബന്ധമായി. സുന്നത്ത് നിസ്കാരമൊക്കെ മാറ്റിയോടെ വെക്കൽ, ഫർള് മാത്രം എടുക്കൽ. 17 പ്രാവശ്യം ഫാത്തിഹ ഓതണം. ഈ 17 പ്രാവശ്യവും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, നിർബന്ധമായും റബ്ബിനോട് ചോദിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹിദായത്താണ്, വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് ഫാത്തിഹയ്ക്ക് ഇമാമിങ്ങൾ, ഇമാം ബൈലാവി അടക്കമുള്ള മഹാന്മാർ ഫാത്തിഹയ്ക്ക് പേരിട്ടിട്ടുണ്ട് സൂറത്തു ദുആഇ. ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഫാത്തിഹയ്ക്കുള്ള ഒരു പേരാണ് പ്രാർത്ഥനയുടെ സൂക്തം. മദ്രസകളൊക്കെ തുടങ്ങുമ്പോൾ ഫാത്തിഹ ഓതും. ഒരു പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയുടെ സൂക്തം എന്നാണ് അതിനറിയപ്പെടുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫാത്തിഹ സൂറത്ത് നിസാരമായ സൂറത്തല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
സഹാബത്തെ ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നും അറിയില്ലേലും ഫാത്തിഹ ഓതി കൈവെള്ളയിൽ ഊതി മന്ത്രിച്ചാൽ മതി. എല്ലാ ദിവസവും നബിതങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നാസ് ഓതി കൈവെള്ളയിൽ ഊതും. എന്നിട്ട് തല മുതൽ കാല് വരെ തടവും. ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം, നമ്മളത് ചെയ്യണം. ചെറിയ കുട്ടികളുണ്ട് വീട്ടിൽ, രാത്രിയിൽ ഉറങ്ങത്തില്ല ഉസ്താദെ, ഭയങ്കര കരച്ചിലാണ്. ഇതൊന്ന് ചെയ്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് ഓതുക. ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നാസ്, ഒരു ആയത്തുൽ കുർസി കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റായി. എന്നിട്ട് ഊതി നമ്മുടെ കയ്യിൽ ഊതിയിട്ട് കുട്ടികൾക്ക് തടവി കൊടുക്കുക. അവരും ചെയ്തു നോക്കി, നിങ്ങൾ ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല റാഹത്താണ്. ഇതെല്ലാം സംഭവം നമ്മുടെ ഇരിപ്പുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യൂല, അവിടെയാണ് പ്രശ്നം. നബിതങ്ങൾ പറഞ്ഞു ഈ ഫാത്തിഹ, ഏത് ഫാത്തിഹ? നമ്മൾ ഈ ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞു. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം അത് ഫാത്തിഹയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ഫാത്തിഹ സൂറത്തിലുള്ള ദുആആണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. എല്ലാ ദിവസവും ഫർളായ നമസ്കാരങ്ങളിൽ മാത്രമല്ല, രാവിലെ സുബഹി നമസ്കരിക്കുമ്പോൾ അതിലെ രണ്ടാമത്തെ റക്അത്തിൽ ഖുനൂത്തിൽ നീ ആദ്യമായി റബ്ബിനോട് ചോദിക്കുന്നതും അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത, നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ അല്ലാ. കാരണം എന്താ? ഇതൊരു നിസ്സാര വിഷയമല്ല. രാവിലെ എഴുന്നേറ്റ് ഉറക്കിൽ നിന്ന് ചോദിക്കുക, ഹിദായത്ത് കിട്ടണം. മാത്രമല്ല ഖുർആൻ വീണ്ടും പറയുകയാണ്, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ ഹദൈതനാ, സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് ഞങ്ങളെ എത്തിച്ചതിന് ശേഷം, ഹിദായത്ത് എന്ന മഹനീയമാകുന്ന വെളിച്ചം ഞങ്ങൾക്ക് നൽകിയതിന് ശേഷം, ഞങ്ങളെ ഈമാനുള്ളവരായി പ്രഭയുള്ളവരായി മാറ്റിയതിന് ശേഷം, ലാ തുസിഉ ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയല്ല അല്ലാ. ഹിദായത്ത് എന്ന മഹനീയമായ ആദർശത്തെ നീ ഇല്ലാതാക്കി കളയല്ല അല്ലാ. കാരണം ഏത് വ്യക്തിക്ക് വേണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹിദായത്ത് എന്ന വെളിച്ചത്തെ നഷ്ടപ്പെടുത്തി കളയാം, ഏത് വ്യക്തികൾക്കും ഇല്ലാതാക്കി കളയാം. എത്രയോ ഔലിയാക്കൾ പോൽക്കും ഈ ഹിദായത്ത് എന്ന വെളിച്ചം നഷ്ടപ്പെട്ടു പോയി, കാഫിറായി പോയ ചരിത്രം ഈ ലോകത്ത് നമുക്കറിയില്ലേ, നമ്മൾ പഠിച്ചിട്ടല്ലേ. വലിയ വലിയ ആലിമാണ്, സമുന്നത വ്യക്തിത്വമാണ്, പക്ഷേ ആഖിബത്ത് മോശമായി പോയി. വലിയ ആബിദായ മനുഷ്യനാണ്, പക്ഷേ അല്ലാഹുവിനെ തഖ്വയില്ലാതെ ഈ ദുനിയാവിൽ നിലകൊണ്ടതായ മനുഷ്യനാണ്. അഹന്ത വെച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, കിബ്ർ നടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്. ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവനാണെന്നുള്ള ധാരണയിൽ വിദ്യയിൽ ജീവിച്ചവനാണ്. അവസാനം ഇതാ ആഖിബത്ത് മോശമായി പോയില്ലയോ? എത്രയെത്ര ആളുകൾ ഈ ലോകത്ത് നിന്ന് ആ നിലയിൽ വിട പറഞ്ഞു പോയി. നഊദു ബില്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ അല്ലയോ തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു അത്രേ. റബ്ബനാ
لا تزغ قلوبنا بعد إذ هديتنا. സന്മാർഗലബ്ധിയിലേക്ക് ഞങ്ങളെ എത്തിച്ചതിന് ശേഷം ഈ സന്മാർഗം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീ ഊരിക്കളയല്ല അല്ലാ. ഞങ്ങളുടെ ഈമാൻ എന്ന പ്രഭയെ നീ ഊരിക്കളയല്ല നാദാ. ബഹുമാനപ്പെട്ട ശഹ്ർ ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു സഹാബി വര്യനാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ മുത്തുനബിയുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് അവരോട് ചോദിച്ചു അത്രേ, യാ ഉമ്മ സലമ യാ ഉമ്മൽ മുഅ്മിനീൻ, അല്ലയോ ഉമ്മു സലമ ബീവിയെ, അല്ലയോ ബഹുമാനപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങളുടെ മാതാവേ, മാദാ അക്സറു ദുആഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി. ആദരവായ പ്രവാചകർ നിങ്ങളുടെ അടുക്കൽ വരുമ്പോ, നിങ്ങളുടെ വീട്ടിൽ താമസത്തിന് വരുമ്പോ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ള ദുആ ഏതാണ്? ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? فقالت ام سلمة رضي الله عنها, മുത്തുനബിയുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന അക്സറു മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ പ്രവാചകന്റെ അധിക ദുആയിലും ഉൾപ്പെട്ടതായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك وفي طاعتك يا الله. ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുഅ്മിനീങ്ങളുടെ മാതാവായ മഹദിയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുകയാണ്, പ്രവാചകരുടെ സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു, മുടങ്ങാതെ പ്രവാചകൻ ദുആ ചെയ്യുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന നാഥ, ഹൃദയങ്ങളെ തിരിക്കാൻ ശേഷിയുള്ളതാകുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ തിരിക്കാതെ ഈമാനിൽ അടിയുറച്ചു നിർത്തണേ അല്ലാ. ആരുടെ ദുആ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈമാനിന്റെ നിറകുടമാകുന്ന വ്യക്തിത്വം ദ്വാരക്കാൻ ഈമാൻ നിലനിർത്തി തരണേ. കാരണം ഇത് ഊരിപ്പോകാം ഏത് നിമിഷവും ഏത് വ്യക്തിക്കും. ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തരാൻ അഹങ്കരിക്കണ്ട. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ ദുആ നബിതങ്ങൾ അധികമാക്കുന്നത് കണ്ടപ്പോ ഒരിക്കൽ ഞാൻ നബിതങ്ങളോട് പോലും ചോദിച്ചു പോയി, എന്തുകൊണ്ടാണ് നബിയേ എന്തിനാണ് തങ്ങൾ അധികമായി ഈ ദുആ ചെയ്യുന്നത്? യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك وفي طاعتك وإيمانك يا الله. എന്തിനാണ് നബിയെ ഈ ദുആ തങ്ങൾ അധികരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് മാരി അക്സരി ദുആയിക യാ റസൂലല്ലാഹ് യാ മുഖല്ലിബൽ ഖുലൂബ്, എന്തുകൊണ്ടാണ് റസൂലേ ഈ ദുആ തങ്ങൾ അധികരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചുമ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ എന്നോട് പറയുകയാണ്, യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയ്യൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഈന മിൻ അസാബിർ റഹ്മാൻ. ലോകത്തുള്ളതാകുന്ന ആദം സന്തതികളാകുന്ന സർവ്വ മനുഷ്യരുടെയും ഹൃദയങ്ങൾ പടച്ച റബ്ബിന്റെ അധീനതയിലാണ്, അല്ലാഹുവിന്റെ അധീനതയിലാണ്. അവൻ ഇഷ്ടമുള്ളതിലേക്ക് യുഖല്ലിബുല്ലാഹു ഇലാ മാ ശാ, അവന്റെ അധികാരത്തിൽ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ഹൃദയം അവൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവൻ തിരിച്ചു കളയും അത്രേ. അവൻ എങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത് ആ നിലയിലേക്ക് തിരിക്കുകയാണ്. ഈമാനുള്ളവനെ മുനാഫിക്കാക്കുകയാണ്, മുനാഫിക്കായ മനുഷ്യനെ അവനെ കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോയാണ്, കുഫ്രിയത്തുള്ള വ്യക്തിയെ ഈമാനുള്ളവനാക്കി മാറ്റുകയാണ്. അത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പടച്ച റബ്ബിനോട് ചോദിക്കുന്നത്, യാ മുഖല്ലിബൽ ഖുലൂബ്
ഖുലൂബ്, ഹൃദയത്തെ തിരിക്കാൻ ശേഷിയുള്ളതാകുന്ന അല്ലാഹുവേ, പടച്ച റബ്ബേ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ച് നിർത്തി തരണേ അല്ലാ. എന്റെ ഈമാനിനെ നീ ഊരിക്കളയല്ല നാഥാ, എന്റെ ഈമാനിനെ നീ നഷ്ടപ്പെടുത്തി കളയല്ല അല്ലാ. ഇതാണ് ഞാൻ ദുആ ചെയ്യാനുള്ള കാരണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ. റബ്ബിന്റെ അധീനതയിലാണ് ഓരോ മനുഷ്യരുടെയും ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അല്ലാഹു ഇഷ്ടമുള്ളതിലേക്ക് തിരിക്കും. ഫമൻ ശാഅ അസാഗ വമൻ ശാഅ അഖാമ. ഇഷ്ടമുള്ളവരെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഈമാൻ തെറ്റിച്ചു കളയും. അല്ലാഹുക്ക് ഇഷ്ടമുള്ളവരെ അള്ളാഹ്ക്ക് വേണ്ടാന്ന് വെക്കുന്ന ആളുകളുണ്ട്. അവനവിടെ തന്നെ നിലനിർത്തും. ഈമാനെ തന്നെ നിൽക്കട്ടെ, അവനവിടെ തന്നെ അക്കാം, അവിടെ തന്നെ നിർത്തും. അപ്പൊ എന്നെ ഈമാനിൽ അടിയുറച്ച് നിർത്തവനാകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ദുആ ചെയ്യുന്നത്. ഹിദായത്ത് ഒരു നിസ്സാര വിഷയമായി കണ്ടില്ല ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും മനസ്സറിഞ്ഞ് ചോദിക്കലുണ്ട്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ എവിടെ നമ്മുടെ ശ്രദ്ധ? എവിടെ? ഫാത്തിഹ ഓതുന്നുണ്ട്, അതാണ് ആദ്യം ചോദിക്കുന്നത്. ഫാത്തിഹ ഓതുന്നുണ്ട്. ഓതുന്നവർ തന്നെ ആരാണ്? ഇതൊക്കെ ഓതുമ്പോ ഇതൊക്കെ ഒന്ന് അർത്ഥം പറഞ്ഞ് ചിന്തിച്ച് പടച്ച റബ്ബേ എന്റെ ഹിദായത്തെ നിലനിർത്തണമെന്നുള്ള ചിന്തയിൽ ആരാ നിൽക്കുന്നത്? രാവിലെ സുബൈ നിസ്കരിക്കുന്നവരുണ്ടോ? എങ്കിലല്ലേ പിന്നെ കുനൂത്തിന്റെ കാര്യം പറയേണ്ടുള്ളൂ. സുബൈ നിസ്കരിക്കുന്നവർ തന്നെ അവ്വൽ വഖത്തിൽ ജമാഅത്തിന് പോകുന്നവരുണ്ടോ? ഉണ്ടെങ്കിലല്ലേ അവൻ കുനൂത്ത് ഓതുന്നതിന്റെ ശ്രേഷ്ഠത പറയേണ്ടുള്ളൂ. ആരാണ് ഈ ഹിദായത്ത് ചോദിക്കുന്ന സമയത്ത് മനസ്സറിഞ്ഞ് ചോദിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട്? നമ്മൾ ഇന്ന് വരെ മനസ്സറിഞ്ഞിട്ട് പടച്ച റബ്ബേ എനിക്ക് നൽകപ്പെട്ട ഈമാനിനെ നീ നിലനിർത്തി തരണേ എന്ന് ദ്വാരുന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അതങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇനി മുഅ്മിനായിട്ട് തന്നെ മരിക്കുള്ളൂ. ആ ഉറച്ച വിശ്വാസത്തെ നമ്മൾ നിൽക്കുക. അങ്ങനെ ആയിരുന്നില്ല. അമ്പിയാക്കളെല്ലാം റബ്ബിനോട് ദ്വാരുന്നിട്ടുണ്ട് ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ. വലിയ വിഷയമാണ്. അങ്ങനെ തെറ്റിപ്പോയവരുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ചരിത്രം പരിശോധിക്കണം. ചരിത്രം നമ്മൾ പരിധിയാൽ ധാരാളം ആളുകൾ ആഖിബത്ത് മോശമായി പോയവരുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ബക്കറ്റിലേക്ക് ഒരു പൈസ ഇടുമ്പോൾ തന്നെ നമ്മൾ എന്ത് നിയ്യത്ത് ചെയ്യും? ആഖിബത്ത് നന്നാവുക, അന്ത്യം നന്നാവുക എന്ന നിയ്യത്ത് വെച്ചിട്ടാണ്. ആണോ അല്ലയോ? അല്ലേ? എപ്പോഴും പണ്ട് മുതൽ നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ പറയല്ലോ ആഖിബത്ത്. ഇന്നിപ്പോ അത് കുറഞ്ഞു പോയി. ഇന്നത്തെ തലമുറയിൽ ഇന്നിപ്പോ എനിക്ക് വണ്ടർലായിലൊന്ന് പോകണം, മുസ്ലിയാരെ അതിനാണ് 50 രൂപ ഇടുന്നത്, ഒന്ന് തുള്ളിയാ കൊള്ളാം. അതാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. ദുനിയാവാണ് മൊത്തം ആഗ്രഹം. ഒന്നല്ലെങ്കിൽ രോഗശമനം വരിക, എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ വീട് പണി പൂർത്തീകരിക്കുക. അല്ലാതെ ഒരു ഹൈറായ ഒരു നിയ്യത്ത്, ആഖിറത്തിന് വേണ്ടിയുള്ള ഒരു നിയ്യത്ത് വെച്ച് കൊടുക്കൽ വളരെ കുറവായി പോയി ഇന്നത്തെ തലമുറ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പക്ഷെ ഒരു നിയ്യത്ത് അങ്ങനെ വെക്കുന്ന ഇപ്പോഴും ഉമ്മമാര്, പ്രായം ചെന്ന ഉമ്മമാരും ഉണ്ട്. ആഖിബത്ത് നന്നാവുക, അന്ത്യം വിജയിക്കുക. അതെന്താ പറഞ്ഞതിനർത്ഥം? ഈമാൻ തെറ്റിപ്പോകാതെ ഈമാൻ സലാമത്താവുക എന്നാണ് പറഞ്ഞതിനർത്ഥം. ചില ആളുകളോട് ചോദിച്ചാൽ അവർ ദാരിദ്ര്യത്തിലായിരിക്കും, വളരെ കഷ്ടതയിലും നഷ്ടത്തിന്റെ കണക്കുമാണ് അവർക്ക് പറയാനുണ്ടാവുക. എന്നാലും അവർക്ക് ഒറ്റ നിയ്യത്തേയുള്ളൂ, ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ ദുആ ചെയ്യണം. അത് മാത്രമാണ് അവർക്ക് പറയുന്നത്. വേറൊന്നും അവർ പറയാറില്ല. അത് വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ളതാകുന്ന സർവ്വ സത്യവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. തവളം ചെനയിൽ ജനിച്ചു വീഴുന്നതാകുന്ന മുസ്ലിമായി പിറന്നു വീണവരെ മാത്രമല്ല, ഈ ജില്ലയിലുള്ളവരെ മാത്രമല്ല, ലോകത്തിലുള്ള സർവ്വ വിശ്വാസികളെയും വിളിച്ചുകൊണ്ട്, ഈമാൻ പുൽകപ്പെട്ടവർ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. അല്ലയോ ഈമാനുള്ളവരെ, അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട്, അവനെ ഭയന്നുകൊണ്ട് മനോഹരമായ ജീവിതം നയിക്കണേ.
അള്ളാഹുവിനെ പേടിച്ച് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ മുഴുകാതെ നമസ്കാരങ്ങൾ ചിട്ടവെച്ച് നോമ്പുകൾ നോറ്റുവീട്ടി സക്കാത്തുകൾ കൊടുത്തു വീട്ടി പാവങ്ങളുടെ കണ്ണീരപ്പി നിരാലംബർക്ക് അവലംബമായി നിരാശരർക്ക് ആശ്രയത്വം കൊടുത്ത് വിശുദ്ധമായ ഹജ്ജും ഉംറയും എല്ലാം നിർവഹിച്ച് മനോഹരമായ സംശുദ്ധമായ ജീവിതം നയിക്കണേ. ഹഖ്ഖ തുഖാതിഹി, അവനെ പേടിക്കേണ്ടതുപോലെ ഭയപ്പെട്ടതുപോലെ പേടിച്ചുകൊണ്ട് മനോഹരമായ ജീവിതം നയിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നിങ്ങളിൽ ഒരാൾ പോലും ഒരൊറ്റ വ്യക്തി പോലും ഈമാനില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയരുതേ. യഥാർത്ഥ സത്യവിശ്വാസിയായിട്ടല്ലാതെ ഈ ലോകത്ത് നിങ്ങൾ മരണപ്പെടരുതേ, മരിച്ചു പോകരുതേ. കാരണം ഖബർ സുനിശ്ചിതമാണ്, ഖബറിൽ ചോദ്യം യാഥാർത്ഥ്യമാണ്, അവിടെയുള്ള അദാബുകൾ ഉറപ്പാണ്, മഹ്ശറ നിനക്ക് കാണാനിരിക്കുന്ന രംഗമാണ്, അവിടെയുള്ള ഹിസാബുകൾ നിനക്ക് എളുപ്പമാകണമെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് ഈമാൻ പുൽകിയിട്ടല്ലാതെ നീ മരിക്കരുതേ, മരിക്കരുതേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ നീ മരിക്കരുതേ. വിശുദ്ധമായ ഖുർആൻ ഈമാൻ പുൽകിയിട്ടല്ലാതെ ഈ ലോകത്തൊന്നും മരിക്കരുത്. കാരണം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ആഖിബത്തിനെ ഭയന്നിരുന്നു, അന്ത്യം നന്നാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ദാ ഒരു പ്രവാചകന്റെ സംഭവം ദാ കേട്ടോ. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, ഉറക്കെ പറയും, യൂസുഫ് നബി അലൈഹിസ്സലാം നിസാരനായ ഒരു വ്യക്തിത്വമായിരുന്നില്ല, വലിയ സമുന്നതനായ വ്യക്തിത്വമായിരുന്നു സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. ബക്കറ്റില്ലേ അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. എല്ലാവരും ഒരു സദഖ കൊടുക്കും. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. നിയത്തുകളെല്ലാം അള്ളാഹു സാധൂകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി അള്ളാഹു നമ്മുടെ സദഖയെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ, അല്ലാഹുവേ പടച്ച റബ്ബേ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. തന്റെ അവസാന കാലഘട്ടത്തിൽ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നീ എനിക്ക് ഈ ദുനിയാവിൽ അധികാരത്തിന്റെ പരമോന്നത പദവി, ഈജിപ്തിൻ്റെതാകുന്ന സമുന്നതമായ മന്ത്രിപദം എന്റെ കൈകളിലേക്ക് വെച്ച് നൽകി അല്ലാ. അധികാരത്തിന്റെ ചെങ്കോല് എന്താണ് എനിക്ക് സൗഭാഗ്യം നൽകി അല്ലാ. وعلمتني من تأويل الأحاديث,
ഈ ദുനിയാവിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു നൽകി റബ്ബേ, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു നൽകി അല്ലാഹ്. ഫാത്തിറ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ച പടച്ച റബ്ബേ, അന്ത വലി ഫിദ്ദുനിയാ വൽ ആഖിറ, നീയാണ് ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹായി അല്ലാഹ്. ഒക്കെ പറഞ്ഞിട്ട് റബ്ബിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണേ. ഇനിയാണ് ദുആ. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുമ്പോഴും പ്രവാചകനായ വ്യക്തിത്വമാണ്, സൃഷ്ടികളിൽ അത്യുത്തമരായ വ്യക്തിത്വങ്ങളിൽ പെട്ടവരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം നിസ്സാരക്കാരനായ വ്യക്തിയല്ല. ആദരവായ പ്രവാചകൻ പോലും ആ പ്രവാചകരെ കുറിച്ച് പറഞ്ഞില്ലയോ? യൂസുഫ് നബി ആരെന്നറിയാമോ? സഹാബ, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം. മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യൂസുഫ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകനായ, ഇസ്ഹാഖിന്റെ മകനായ, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രവാചകരാണ്, എന്നിട്ട് പോലും പടച്ച റബ്ബിനോട് ചോദിക്കുന്നത്, അധികാരം എനിക്ക് നൽകിയ റബ്ബേ, ഒരുപാട് അറിവുകൾ നീ പഠിപ്പിച്ചു നൽകി അല്ലാഹ്, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി മരിപ്പിച്ചാൽ മാത്രം പോരാ, എന്നെ സാലിഹീങ്ങളാകുന്ന സജ്ജനങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. അവരോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് എത്താൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? പ്രവാചകൻ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിക്കണം, എന്തിനാണ് ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്ത് യൂസുഫ് എന്ന് വെച്ചിരിക്കുന്നത്? മുൻഗാമികളിൽപ്പെട്ട ഒരു പ്രവാചകന്റെ പേരിൽ ഒരു സൂക്തം തന്നെ. എന്തിനാണ്? പഠിക്കാനാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖിസ്സ പഠിക്കണം. ഒരിക്കൽ സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, അയ്യു ഖിസ്സത്തിൻ അഅജബു ഖസസിൽ ഖുർആൻ, ഖുർആനിക ചരിത്രങ്ങളിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ചരിത്രം ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി നൽകിയത് ഖിസ്സത്ത് യൂസുഫ, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ്. ഹബീബ് റസൂലുള്ളാഹി. പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. എത്ര പേര് പഠിച്ചിട്ടുണ്ട്? എവിടെ പഠിക്കുന്നു? പഠിച്ചാൽ സഹോദരങ്ങൾക്കിടയിലുള്ള പിണക്കങ്ങളും പ്രശ്നങ്ങളും, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുത്തുവാക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നല്ലതുപോലെ അറിയാൻ പറ്റും. ഏത് പഠിക്കണം? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പഠിക്കണം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസൂയയും വിദ്വേഷവും പകയും ഒക്കെ വെച്ച് പുലർത്തി ആളുകൾ നമ്മളോട് പെരുമാറുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിക്കും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഖിസ്സ പഠിച്ച. അള്ളാഹു പഠിക്കാനും മനോഹരമായ രീതിയിൽ ദീനിയായ രീതിയിൽ അമൽ ചെയ്തുകൊണ്ട് മുന്നേറാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തുടക്കം മുതൽ ഇതുവരെ എന്റെ വിഷയത്തിന്റെ ആമുഖമായി പറഞ്ഞത്, ഈമാൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് എല്ലാ പ്രവാചകന്മാരും കാത്തു സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. എപ്പോ വേണമെങ്കിലും ഊരിക്കളയാം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഏത് വ്യക്തിയിരുന്നു
ഇല്ലേ? നമുക്കതിനറിയില്ല. ഈ അടുത്തിടെ തന്നെ വലിയ വൈറലായ സംഭവം ഉണ്ടായിരുന്നു. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കോളേജിലേക്ക് പഠിക്കാൻ വിട്ടത്. അവസാനം അവിടെ നിന്ന് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദത്തിലേക്ക് വന്ന് യൂട്യൂബിലൊക്കെ ജനങ്ങൾക്കാകെ തിരിച്ചു വർത്താനം പറയുന്ന ആളായി മാറി. അള്ളാഹുവിനെ കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വിട്ടതാണ്. അവസാനം അവൻ അവിടുന്ന് പിന്നീട് ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങിച്ച് മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് അവസാനം നിരീശ്വരവാദത്തിന്റെ ഏറ്റവും വലിയ വക്താവായിട്ട് വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഇസ്ലാമിനെ തെറിവിളിക്കുന്നു, അള്ളാഹുവിനെ തെറിവിളിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോയി. നോക്കണം നിങ്ങൾ, ഈമാൻ കൂടുതൽ മാറ്റുകൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി വിട്ടതാണ്. പക്ഷെ അവൻ നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും ചിന്താഗതി വെച്ച് പുലർത്തുന്നവരായി മാറി. നമ്മൾ കൺമുന്നിൽ കാണാൻ ഈമാൻ തെറ്റിപ്പോയ കുട്ടികളെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് നിരീശ്വരവാദവും യുക്തിവാദവും ലിബറലിസവും ഒക്കെ ഇന്ന് കൂടി വരുന്ന കാലഘട്ടം. സ്വാതന്ത്ര്യ ചിന്താഗതിക്കാർ കൂടി വരാൻ. ഇസ്ലാമിൽ യാതൊരുവിധ സ്വാതന്ത്ര്യമില്ല എന്ന് സ്ത്രീ വിഭാഗത്തോട് അടിക്കടി പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെയൊക്കെ നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ഈ വിഷയം വലിയ വിഷയമാണ്. ഈമാൻ തെറ്റിപ്പോകുന്നത് പല നിലക്ക് തെറ്റിപ്പോകും. അതിൽപ്പെട്ട ഒന്നാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതായ ഇത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങൾ, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അത് പഠിക്കാൻ ഉപകരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ മക്കളിൽ കുത്തി നിറയ്ക്കുന്ന സമൂഹം. അവരുടെ ക്ലാസ്സുകൾ അത് കേട്ടിട്ട് ജനങ്ങളിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചു കൊണ്ടുപോകുന്നു. യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കാതെ നാസ്തികരുടെ വാദങ്ങൾ കേട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആശയങ്ങൾ പിൻപറ്റാൻ മുസ്ലിം സഹോദര സഹോദരിമാർ, നമ്മൾ കോളേജ് കലാലയങ്ങളിലേക്കൊക്കെ പറഞ്ഞുവിടുന്ന മക്കൾ മാറി ചിന്തിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കലാലയങ്ങളൊക്കെ അങ്ങനെയാണ്. കോളേജുകളിലേക്കൊക്കെ ചെന്നാൽ ക്യാമ്പസുകളുടേതാകുന്ന ചുമരുകളിൽ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോകൾ അങ്ങനെയാണ്. ഒരാണും പെണ്ണും വസ്ത്രമൊന്നുമില്ലാതെ പരസ്പരം കെട്ടിപ്പുണരുന്ന നിലയ്ക്കുള്ള ചിത്രം കൊടുത്തിട്ട് അതിനടിയിൽ കൊടുത്തിരിക്കുകയാണ് മതത്തിന്റെ ചങ്ങലകൾ വലിച്ചെറിയൂ, സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടിലേക്ക് കയറൂ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ മതം ഇതിനൊന്നും പരസ്പരം കമിതാക്കളാകാനോ പ്രണയ ജോഡികളാകാനോ ഇഷ്ടപ്പെടുന്ന മതമല്ല. വിശുദ്ധ ഇസ്ലാം ഒട്ടുമല്ല. വിവാഹാനന്തരമുള്ളതാകുന്ന പ്രേമവിവാഹങ്ങളും വിവാഹത്തിന് ശേഷമുള്ളതാകുന്ന പ്രേമവുമൊക്കെയാണ് വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അതേ എന്നും നിലനിൽക്കൂ എന്നുള്ളത് ഇന്നത്തെ കാലികമായ എത്രയോ സംഭവങ്ങൾ, എത്രയോ നടന്മാരുടെയും നടിമാരുടെയും ജീവിതം വെച്ച് നമുക്ക് പറയാൻ പറ്റും. 50-ൽ പരം സിനിമാ നടന്മാർ ഈ കൊച്ചു കേരളത്തിൽ തന്നെ പ്രേമവിവാഹം നടത്തി പിന്നീട് ഡൈവേഴ്സ് ആയി പോയിട്ടുണ്ട്. 50-ൽ പരം. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ യൂട്യൂബിൽ ഇന്നെങ്കിലും ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം, ഒന്ന് പഠിക്കണം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 50-ൽ പരം കേരളത്തിലെ തന്നെ സിനിമാ നടന്മാർ പ്രേമവിവാഹം കഴിച്ച് അവസാനം വിവാഹം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയി പോയി. എന്നിട്ട് നമ്മുടെ തലമുറ ഇന്നും സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയും ഇഷ്ടപ്പെട്ട് അവരുടെ ജീവിതം തന്നെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരെങ്ങനെ നടക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെയാണ് അവർ വസ്ത്രം ധരിക്കുന്നത്, എങ്ങനെ താടി നീട്ടി വളർത്തുന്നു, എങ്ങനെ മുടി വളർത്തുന്നു, ഏത് വസ്ത്രമാണ് ഇന്നിട്ടത്, അത് നോക്കിയിട്ട് അതേ സാധനം തന്നെ വാങ്ങി ഇട്ടുകൊണ്ട് നടക്കാൻ താല്പര്യപ്പെടുന്നവർ. എവിടെയാണ് സമൂഹം എത്തിപ്പെടുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സയതി സമാനുൻ അലാ ഉമ്മതി, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും സഹാബ. അവർ മുൻഗാമികളാകുന്ന അവിശ്വാസികളെ, ജൂതരെയും ക്രൈസ്തവരുടെയും ആശയ ആദർശങ്ങളെ തീർച്ചയായും അവർ പിൻപറ്റുന്നതാണ്. ലതത്തബിയന്ന സുനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅൻ, തീർച്ചയായും നിങ്ങൾ മുൻഗാമികളാകുന്ന ആളുകളുടെ ചര്യയെ ചാണിനെ ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുന്ന കാലഘട്ടം വരുമേ, നിങ്ങൾ പിൻപറ്റുന്ന കാലഘട്ടം വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. حتى لو سلكوا جحر لب لسلكتموه,
എത്രത്തോളം ഈമാനില്ലാതെ ആയിപ്പോയി. അവിശ്വാസികളാകുന്ന ആളുകൾ, ജൂതരും ക്രൈസ്തവരും അവരവരുടെ ദീനിലേക്ക് കൊണ്ടുവന്ന ഏതെല്ലാം ആശയങ്ങളുണ്ടോ, ഏതെല്ലാം ആചാരങ്ങളുണ്ടോ, ഏതെല്ലാം ദുരാചാരങ്ങൾ വന്നിട്ടുണ്ടോ, അതെല്ലാം വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക്, ആശയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന കാലഘട്ടം കടന്നു വരുമേ. ഒരു ഉടുമ്പിന്റെ മാളത്തിനുള്ളിലേക്ക് അവർ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനോടൊപ്പം തന്നെ ആ മാളത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കമേ. അത്തരത്തിലുള്ള ഒരു കാലഘട്ടം കടന്നു വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, അൻസാരിക പരിശുദ്ധമാകുന്ന ഈ ദീനിനെ വിട്ടുകൊണ്ട് അവിശ്വാസികളാകുന്ന ജൂതരുടെയും ക്രൈസ്തവരുടെയും മതത്തിലേക്കാണോ, അൽ യഹൂദ വന്നസാറ, ജൂതരെയും ക്രൈസ്തവരെയുമാണോ തങ്ങൾ ഉദ്ദേശിച്ചത് റസൂലേ, അവരെയാണോ തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോ ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഫമൻ, അവരല്ലാതെ ആരാണ് സഹാബ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുൻഗാമികളുടെ ചര്യ തുടരുമെന്ന് പറഞ്ഞത് സ്വഹാബത്തിന്റെ ചര്യയല്ല. മുൻഗാമികളുടെ ചര്യ തുടരുമെന്ന് പറഞ്ഞത് സലഫ് സാലിഹീങ്ങളാകുന്ന ഇമ്മത്തുകളുടെ ചര്യമല്ല, താബിഈങ്ങളുടെ ചര്യയല്ല. മറിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് അന്യമതത്തിൻ്റെതാകുന്ന ആചാരങ്ങളും ദുരാചാരങ്ങളും സ്വന്തം സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അത് വലിയ സൗഭാഗ്യമായി കാട്ടിക്കൂട്ടുന്നതായ പ്രവണത കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് ഇന്ന് ആ ലോകത്തേക്കല്ലേ നമ്മൾ എത്തിച്ചേർന്നത്, ചിന്തിക്കണം. 1400 വർഷം മുമ്പ് നബി തങ്ങൾ പറഞ്ഞത് ഇന്നത്തെ തലമുറയിലേക്ക് നോക്കിയിട്ടാണ്. എല്ലാ മോശമായ പ്രവണതകളും നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹുവിനെ മറന്ന് പ്രവർത്തിക്കുന്നവരായി, ഈമാൻ തെറ്റിപ്പോകുന്നവരായി നമ്മൾ മാറി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കേരളത്തിലെ 100-ൽ വിദ്യാർത്ഥികളാകുന്ന ആളുകൾ, മക്കളിൽ 100-ൽ 46% മക്കളും ലഹരിക്കടിമപ്പെടുന്ന മക്കളാണ്. അള്ളാഹു നമ്മളെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. സർക്കാർ വരെ ഇപ്പം ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം അവർക്ക് വരെ മനസ്സിലായി ഇത് പിടിച്ചാൽ കിട്ടുന്നില്ല, ആ കോരത്തിലേക്ക് പോയെന്ന്. പക്ഷെ അതൊരു പ്രഹസനം മാത്രമാണ്. അത് തുറന്നു പറയുന്നതിൽ യാതൊരു അതിശക്തിയില്ല, ഒരു മടിയില്ല. കാരണം എല്ലാ ബീവറേജുകളും കള്ളുഷാപ്പുകളും തുറന്നു വെച്ചിട്ടാണ് സർക്കാർ പറയുന്നത് ആരും കള്ളു കുടിക്കരുത്. അതെങ്ങനെ ഉണ്ടാവും? അതിപ്പോ ഇവിടെ ഇപ്പൊ അങ്ങാടി ഇപ്പൊ ഒരാൾ ഒരു പോസ്റ്റർ വലിയ ഫ്ലക്സ് അടിച്ചു വെക്കാണ്. എന്താണ് ഫ്ലക്സിനകത്തുള്ളത്? വളാഞ്ചേരി ടൗണില് സണ്ണി ലിയോന്റെ ഫോട്ടോ തുണിയില്ലാതിരിപ്പുണ്ട്, ആരും നോക്കരുത് എന്നിവിടെ എഴുതി വെച്ച്. വളാഞ്ചേരി പോകുമോ പോകാതിരിക്കുമോ നിങ്ങൾ പറയും? എന്താ ഉണ്ടാകുക? ഇത് ഫ്ലക്സ് കണ്ട അപ്പൊ വണ്ടി എടുക്കണം, വളാഞ്ചേരി വരെ അത് പോയിട്ട് വരാം. യാ അല്ലാഹ് ഖലാസ്, വേഗം വളാഞ്ചേരി പോയിട്ട് അത് കണ്ടിട്ട് സായുജ്യം അണിഞ്ഞിട്ട് വരും എന്നതുപോലെയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ പറയാണ് സർക്കാരിന്റെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് കള്ളു കുടിക്കരുത്, അത് മദ്യം ശരീരത്തിന് കേടാണ്. എന്നിട്ട് തൊട്ടപ്പുറത്ത് എന്ത് തുറന്നു വെച്ചിരിക്കുക? ബീവറേജ് തുറന്നു വെച്ചിരിക്കുക. അപ്പൊ അതൊരു പ്രഹസനാണോ? അല്ലയോ? പ്രഹസനാണ്. എല്ലാ മദ്യഷാപ്പുകളും അടയ്ക്കണം, എന്നിട്ട് വേണം അത്തരത്തിലുള്ളതാകുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ. കാരണം ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ, അത് ശരീരത്തിന് ഹാനികരമാണെന്ന് തുടങ്ങിയാൽ അതിലൂടെ കിട്ടുന്ന ലാഭങ്ങൾ കൊയ്തെടുക്കുന്നതിലല്ല കാര്യം. ഒരു ഭാഗത്ത് ഇവിടെ മനുഷ്യ മക്കള് പരിപൂർണമായി അവരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ബുദ്ധിപരമായി ക്ഷയിക്കുന്നു. വീട്ടിലെപ്പോഴും പ്രശ്നം കള്ളു കുടിക്കുന്നതാകുന്ന ഒരു ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്കും മക്കൾക്കും സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? എവിടെ? ഒരു സമാധാനവും ഇല്ല. എത്ര സഹോദരിമാരാണ് അങ്ങനെ സങ്കടം പറഞ്ഞിട്ട്, വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് വിളിച്ച് ദുആയിച്ചുകൊണ്ട് വസിയത്ത് ചെയ്ത് ഭർത്താവിന്റെ കള്ളുകുടിയും ഭർത്താവിന്റെ ഈ ദുശീലവും ഒന്ന് മാറി കിട്ടാൻ. എത്ര പേരങ്ങനെ നൊമ്പരപ്പെടുന്നവർ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മളോർക്കതൊന്നും ഇല്ലെന്ന്. ഇപ്പൊ കള്ളും കഞ്ചാവും ഇതൊക്കെ മാറിയല്ലോ. ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്ന് മാഫിയകളും അടക്കി വാഴുന്ന കേരളമായി മാറി. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ആരോഗ്യപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ വിഷയത്തിലും അക്ഷരസമ്പന്നമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്.
എന്നാൽ അതേപോലെ തന്നെ പഞ്ചാബിനേക്കാളും ഹരിയാനയിലേക്കുമൊക്കെ കാലം കൂടുതൽ ലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടികളായി കേരളത്തിലെ മക്കൾ മാറിക്കഴിഞ്ഞു എന്നുള്ള വസ്തുത നമ്മൾ അറിയാതെ പോകരുത്. മറ്റുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന മക്കൾ എവിടെത്തിയാൽ നമ്മുടെ കേരളമാണ്. അതിൽ കള്ളു കുടിക്കുന്നതിന്റെ കണക്കൊന്നും ഇപ്പൊ നമ്മൾ പറയണ്ട. ഏത് സ്ഥലമെന്ന് നമുക്കറിയാം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടെയാണ് ഏറ്റവും കൂടുതൽ ക്യൂ നിൽക്കുന്നത്, ഏത് സ്ഥലത്താണ്, ഏത് ഭാഗത്താണ് എന്നൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. എവിടെയാണ് നമ്മുടെ ലോകം എത്തിച്ചേർന്നിരിക്കുന്നത്, നമ്മുടെ സമുദായം എവിടെയാണ്, ആരൊക്കെയാണ് ഇതിനകത്ത് അകപ്പെട്ടു പോയിരിക്കുന്നത്. ചെറിയ ചെറിയ മക്കൾ, ഈമാനിന്റെ നിറകുടങ്ങളാകുന്ന മക്കൾ മദ്രസയിലും ദീനീ സ്ഥാപനങ്ങളിലുമൊക്കെ +2 തലത്തിൽ വരെ സമുന്നതമാകുന്ന സമസ്തയുടെ കലാലയത്തിൽ പഠിച്ചിറങ്ങിയതാകുന്ന മക്കൾ വരെ കള്ളു കുടിച്ചുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടും അശ്ലീലമാക്കപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ടും രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ ആസ്വാദനമായി മാറിയിരിക്കുകയാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു. റബ്ബിനെ ഓർക്കാൻ അവൻ സമയം കണ്ടെത്തുന്നില്ല. വസ്തുതയാണിത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജുമഅയ്ക്കും ജമാഅത്തിനും പോലും നമ്മൾ ആളുകൾ പള്ളിയിൽ കൃത്യമല്ല. ശരിയല്ലേ? കോവിഡിന് മുമ്പുള്ളതുപോലെ മതപ്രഭാഷണ സദസ്സുകൾ പോലും സജീവമാകുന്നില്ല. അതിനു മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ പള്ളികളിൽ ജമാഅത്തുകൾ ഇന്ന് അത്രത്തോളം കൃത്യത എത്തിയിട്ടില്ല. ഇപ്പോഴും ആളുകൾ ആബ്സെന്റ് ആണ്. കൃത്യമായി ജമാഅത്തിന് വന്നിരുന്ന പല ആളുകളും ഇന്ന് ഒഴിവാണ്. ജുമഅയ്ക്ക് നേരത്തെ വന്നിരുന്നവർ തന്നെ ഇപ്പോൾ വൈകി വരുന്ന ഒരു ഘട്ടമാണ്. നിസ്കരിച്ചില്ല എന്ന മട്ടത്തില് ചിലര് നേരത്തെ വന്നെങ്കിൽ പോലും അതിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ല. നാടും നാട്ടുകാരും പൈശാചികമാകുന്ന ജീവിതം നയിക്കാൻ മണിക്കൂറുകൾ നമ്മൾ സമയം മെനക്കെടുത്ത് ഒരു ദിവസത്തിൽ 5 നേരം നമസ്കാരം മുഴുവനായും ചേർത്തെടുത്താൽ 1 മണിക്കൂർ മാക്സിമം തികയുള്ളൂ. എല്ലാ സുന്നത്തുകളും കൂടി മേളിച്ചാൽ പോലും 1 മണിക്കൂർ. എന്നാൽ 2-2.5 മണിക്കൂറുമൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കാനും 3-4 മണിക്കൂറുമൊക്കെ പന്ത് കളി കണ്ടുകൊണ്ടിരിക്കാനും ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ നമുക്കൊരു പ്രശ്നവുമില്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒരു ഉറക്കവും വരുന്നില്ല. അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. മറ്റേ വാല് കേൾക്കൊണ്ടിരിക്കുമ്പോ ഉറങ്ങാൻ. അതേ സമയത്ത് ഇവിടെ നല്ല ഡിസ്കോ ബ്രേക്ക് ആണെങ്കിൽ ഉറങ്ങൂല. അതേ സമയത്ത് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വല്ല ഉത്സാഹത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഒറ്റ ഇരിപ്പിൽ അങ്ങനെ ഹത്തം തീർക്കുന്ന പോലെ അവിടെ ഇരുന്ന് ഫുള്ള് കാണും. ഇതേ ഇരിപ്പിൽ തന്നെ സ്ക്രീൻ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റേജ് സ്ക്രീൻ ഇട്ടിട്ട് പന്തുകൾ ഇട്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നല്ല ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, കൈകൊട്ടും, നല്ല കൈകൊട്ടും പാട്ടും, നല്ല സുഖം. അല്ലേ? അപ്പൊ നമുക്ക് അള്ളാഹുവിനെ ഓർക്കാനുള്ളതാകുന്ന ഒരു മനസ്സും ഇതില്ല. നമ്മുടെ മനസ്സങ്ങനെയായി മാറി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ. കേൾക്കണേ, പഠിക്കണേ, അറിയണേ. 2-3 ഹദീസുകൾ ഈ വിഷയത്തിൽ ഓതി വെക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. സഹാബത്തെ, ഈ ദുനിയാവിൽ ഈമാനിന്റെ നിറകുടമാകുന്ന സഹോദര സഹോദരിമാർ, അവർ കള്ളു കുടിച്ചു പോയാൽ, അവർ ദുനിയാവിൽ വെച്ചുകൊണ്ട് ലഹരി നുണഞ്ഞു പോയാൽ, കോളേജിൽ വെച്ചുകൊണ്ടോ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നിർബന്ധത്തിന് നിമിത്തമായി അവരുടെ വീടുകൾ വെച്ചുകൊണ്ടോ ഒരൊറ്റ കവിളിത്തടം കള്ളു നീ കുടിച്ചു പോയാൽ ഈമാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിരിക്കുന്ന ഹിദായത്ത് എന്ന വെളിച്ചം പരിപൂർണമായി ഊരപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഹിദായത്ത് എന്ന വെളിച്ചം കിട്ടാനാണ് നീ ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദിക്റ് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടത്. നീ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ മജ്‌ലിസുന്നൂറിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തത്. നീ എല്ലാ ദിവസവും നമസ്കാരങ്ങൾ ചിട്ടവെച്ചത്. ആ നമസ്കാരത്തിൽ ഫാത്തിഹയിൽ റബ്ബിനോട് പറഞ്ഞത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഹിദായത്ത് എന്ന വെളിച്ചത്തിലേക്ക് എന്നെ നീ എത്തിക്കണേ അല്ലാ.
എന്ന് പടച്ചറപ്പിനോട് 17 തവണ ഒരു ദിവസം ചോദിച്ചു വാങ്ങി ഹിദായത്ത്. രാവിലെ ഖുനൂത്ത് ഓതുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഹിദായത്ത്, ആ ഹിദായത്ത് എന്ന വെളിച്ചത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഊരിക്കളയുകയാണ്. പെരുന്നാളിന് രാവിലോ, ക്രിസ്മസിന് രാവിലോ, ന്യൂ ഇയറിന്റെ ആഘോഷവേളകളിലോ, ദീപാവലിയുടെ രാവിലോ, കൂട്ടുകാരന്റെ വാപ്പ മരിച്ചതിന്റെ ദുഃഖത്തിനോ, അവന്റെ ഉമ്മയുടെ അടിയന്തര നിമിത്തമായിട്ടോ ഒരൊറ്റ ഇറുക്ക് കള്ള് നീ കുടിച്ചു പോയാൽ മനുഷ്യരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ, നിന്റെ ജീവിതത്തിൽ മുടങ്ങാതെ മരണം വരെയും കാത്തു സൂക്ഷിക്കണമെന്ന് ഖുർആൻ അടയാളപ്പെടുത്തി ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഏതുപോലെ എന്നറിയുമോ സഹാബ? കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി, ഇട്ടിരിക്കുന്ന നീളക്കുപ്പായം, ഇട്ടിരിക്കുന്ന ഖമീസ് അവന്റെ തലവഴി ഊരുന്നത് പോലെ ഈമാൻ തലവഴി ഊരപ്പെട്ടു പോകുമേ, ഊരപ്പെട്ടു പോകുമേ. കള്ളു കുടിച്ചാലെങ്കിലെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആധുനിക മക്കളെ തവളഞ്ചനയിലുള്ള സഹോദര സഹോദരിമാര് ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കള് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ആൺപെൺ മക്കളൊക്കെ എത്രയോ സഹോദര സഹോദരിമാർ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നും ഹശീഷിനും LSD MDMA എന്നറിയപ്പെടുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ നാക്കിനടിയിലും അല്ലാതെയും ഒക്കെ വെച്ചുകൊണ്ട് ശരീരത്തിലേക്ക് അവർ കടത്തിവിട്ടുകൊണ്ട് സിറിഞ്ച് മുഖേന കുത്തിക്കൊണ്ട് കടന്നു വിട്ടുകൊണ്ട് മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാ. ഈമാൻ തെറ്റിപ്പോകുമേ, തെറ്റിപ്പോകുമേ. ആദരവായ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, മനുഷ്യരിബൽ ഖമറ ബിന്നഹാരി വല്ല മുശ്രികാ വമൻ ശരിബൽ ഖമറ ബില്ലൈൽ ബാത മുശ്രികാ. സഹാബത്തെ, സഹാബത്തെ, ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്ന സഹോദരൻ, ഈ ദുനിയാവിൽ ലഹരി നുണയുന്നതായ സഹോദരിമാർ അറിയണേ, പഠിക്കണേ. പകലാണ് മദ്യപിച്ചത് എങ്കിൽ, പകലാണ് നീ ലഹരി നുണഞ്ഞത് എങ്കിൽ തീർച്ചയായും നീ അവിശ്വാസത്തിലേക്ക് പോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാൻ ഊരപ്പെട്ടാൽ പിന്നെ കാഫിറല്ലയോ, വല്ല മുശ്രികാ, നീ അവിശ്വാസിയായി മാറുന്നതാണ്. വമൻ ശരിബൽ ഖമറ ബില്ലൈൽ, രാത്രിയിൽ കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരെ, ബാത മുശ്രികാ, ആരോരും അറിയാതെ ഏതെങ്കിലും കടത്തിണ്ണയിൽ ഉരിച്ചിരുന്നിട്ടോ, ഒരു ബസ് സ്റ്റാൻഡിന്റെ പുറകുവശത്തോ, ഏതെങ്കിലും വാഴത്തോട്ടത്തിനുള്ളിൽ വെച്ചോ, കൂട്ടുകാരന്റെ ഫ്ളാറ്റിലിരുന്നോ, ഏതെങ്കിലും ബാർ ഹോട്ടലുകളിലിരുന്നോ രഹസ്യമായി കള്ളു കുടിച്ചാലും അറിയുന്നവനായ പടച്ചറപ്പുണ്ട് എന്നുള്ള വിശ്വാസം നീ അറിയാതെ പോകരുതേ. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുതേ. നിന്നിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, നീ കാഫിറാവുകയാണ്. ബാത മുശ്രികാ, അവൻ അവിശ്വാസിയായിട്ടാണ് രാത്രിയിൽ പാർക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ സമയത്ത് മരിച്ചു പോയാൽ എന്താ അവസ്ഥ? ഈമാനില്ലാത്തവനായി കാഫിറായി പോയില്ലേ? നമുക്ക് വേണ്ടുന്ന ഏറ്റവും ബലവത്തായ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയാൽ പോയില്ലേ? ഒരു സെക്കൻഡ് കൊണ്ടില്ലാതാകാൻ. വർഷങ്ങളായി നീ മദ്രസയിലും ദീനീ സ്ഥാപനങ്ങളിലുമൊക്കെ നീ നേടിയെടുത്ത നിന്റെ ആത്മീയത അത് പരിപൂർണമായി ഇല്ലാതാകാൻ, ഹിദായത്ത് എന്ന വെളിച്ചം കെട്ടുപോവാൻ ഒരൊറ്റ സെക്കൻഡിൽ നീ കുടിച്ചതാകുന്ന ഈ ലഹരിയിലൂടെ. കാര്യമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകരുടെ തിരുസവിധത്തിൽ വന്നുകൊണ്ട് സഹാബത്ത് വന്നുകൊണ്ട് പരാതി പറയുകയാണ്, യാ റസൂലല്ലാഹ് അഫ്തിനാ ഫിൽ ഖംരി ഫഇന്നഹാ മുദ്ഹിബത്തുൽ ലിൽ അഖ്ലി. ബുദ്ധിയെ ഇല്ലാതാക്കുന്നതായ കള്ളിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു തീർപ്പ് നൽകണേ എന്ന് ആദരവായ പ്രവാചകനോട് പറഞ്ഞപ്പോ പരിശുദ്ധമായ ഖുർആൻ അവതീർണമാവുകയാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ദീനീ ദഅവത്ത് നടത്തുന്ന കാലഘട്ടം. അന്ന് കള്ളാണ് അവരുടെ മെയിന്. കള്ളുപയോഗിക്കാത്ത ഒരൊറ്റ വ്യക്തിയില്ല, എല്ലാവരും കള്ളു കുടിക്കും. വളരെ തുച്ഛമായ ആളുകളെ ലഹരി ഉപയോഗിക്കാത്തുള്ളൂ. അത് അവരുടെ നാടിന്റെ ഒരു സർവ്വസാധാരണമാണ്. ഇപ്പൊ നമ്മുടെ നാടുകളിൽ സിഗരറ്റ് വലിക്കുന്നവരുടെ എണ്ണം കൂടി വരികയല്ലേ എന്നതുപോലെ
അന്നതൊരു നിസ്സാരമായ കാര്യമായിട്ട് കൊണ്ടുപോകാൻ ജാഹിലിയ കാലഘട്ടമാണ്, വിവരമില്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ട് അവരെ പരിവർത്തനപ്പെടുത്തി. ഓരോ ആയത്തുകൾ ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം ആളുകൾ ഇത് വല്ലാതെ കൂടി വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ സമൂഹത്തിൽ ചില ആളുകൾ കള്ളുകുടിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒടക്കായപ്പോ മുഹാജിറുകളിലും അൻസാരികളിലും പെട്ടതാകുന്ന പ്രമുഖരാകുന്ന സഹാബത്തിനിടയിൽ തന്നെ ചില വാക്കേത്തങ്ങൾ ഉണ്ടായപ്പോൾ അതവസാനം അടിയിൽ കലാശിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അള്ളാഹുവിനോട് ബന്ധപ്പെട്ടു, പടച്ചറമ്പിനോട് ദുആ ചെയ്തു. ഇമാമികൾ രേഖപ്പെടുത്ത ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ശാഫിയൻ കാഫിയാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഒരു പരിപൂർണമായ വിധി പ്രഖ്യാപനം ഞങ്ങൾക്ക് കള്ളിന്റെ വിഷയത്തിൽ മദ്യത്തിന്റെ വിഷയത്തിൽ നൽകണേ അല്ലാഹ്. ബയ്യിൻ ലനാ ശാഫിയൻ കാഫിയൻ ഫിൽ ഖംരി യാ അല്ലാഹ്. അല്ലാഹുവിനോട് ദുആ ചെയ്തു. അപ്പോഴാണ് ആയത്ത് ഇറങ്ങിയത്. ഖുർആൻ ശ്രദ്ധിക്കണേ, ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സർവ്വ വിശ്വാസികളെയും വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം, തീർച്ചയായും ജ്യോത്സ്യന്മാരെ കൊണ്ടുള്ള പ്രശ്നം കണക്കാക്കലും ഈ പ്രതിഷ്ഠകളും ഈ കടത്തുന്നതായ ചൂതാട്ടവും ഈ മദ്യവുമല്ല, റിജസും മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിന്റെ ദുർവൃത്തിയിൽപ്പെട്ടതാണ്. ഇത് സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല. കേട്ടില്ലേ നിങ്ങൾ, പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരി എന്ന് പറയുന്ന ദേശത്ത് ഭഗൽ സിംഗ് ലൈല ദമ്പതിമാര് പാവപ്പെട്ട രണ്ട് സഹോദരിമാരെ കുരുതി കൊടുത്തത്, അറുകുല നടത്തിയത്, നരിബലി നടത്തിയത് കണ്ടില്ലയോ? ഒരു വ്യാജനാകുന്ന സിദ്ധന്റെ വചനം കേട്ടുകൊണ്ട് കുടുംബജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാൻ, റാഹത്തായ ജീവിതം കിട്ടാൻ വേണ്ടി രണ്ട് സഹോദരിമാരെ കൊണ്ടുവരുകയാണ്. റോസ്ലി പത്മ സഹോദരിമാരെ കൊണ്ടുവരുകയാണ്. ഓരോരുത്തരെയും കൊണ്ടുവന്ന് ബലിക്കല്ലിലേക്ക് മലർത്തി കടത്തുകയാണ്. അവരുടേതാകുന്ന കഴുത്ത് മുറിച്ചെടുക്കുകയാണ്. അവരുടെ മാറിടം വിച്ഛേദിക്കുകയാണ്. അവരുടെ ശരീരത്തെ ഇഞ്ചിഞ്ചായി വെട്ടിനുറുക്കുകയാണ്. ശരീരത്തിലൂടെ ഒഴുകി വരുന്ന രക്തം യോനിയിലൂടെ പുറത്തേക്ക് വരുമ്പോ അതൊരു വലിയ തളിക വെച്ചുകൊണ്ട് ആ രക്തത്തുള്ളികൾ നിറച്ചെടുക്കുകയാണ്. അത് കൊണ്ടുപോയി വിഗ്രഹങ്ങൾക്ക് മുന്നിൽ പൂജിക്കുകയാണ്. ദേവിമാർക്ക് മുന്നിൽ പൂജയർപ്പിക്കുകയാണ്. ദിവസങ്ങളോളം അവരുടെ ശരീരം വെട്ടിനുറുക്കിയെടുത്തതാകുന്ന മാംസങ്ങൾ കൊണ്ടുപോയി ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ ഫ്രീസറിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച് അതിൽ നിന്ന് അല്പാൽപമായി ദിവസമെടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തുകൊണ്ട് വേവിച്ച് കഴിക്കുകയാണ്. നഊദു ബില്ലാഹ്. എവിടെ
അവിടെയുള്ള കഥയാണ്, ചരിത്രമാണ് പറയുന്നത്. അങ്ങകലെ അമേരിക്കയിലോ ചൈനയിലോ നടന്നുകൊണ്ടിരിക്കുന്ന നരബലിയെ കുറിച്ചല്ല പറയുന്നത്. തൊട്ടടുത്തുള്ള ജില്ലകൾ നടക്കുന്ന ക്രൂരമാകുന്ന അതികിരാതമാകുന്ന നരബലിയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇതിലേക്ക് മനുഷ്യനെത്തിപ്പോകുന്നത്? 1400 വർഷം മുമ്പ് മുത്തുനബി പറയുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം. ഈ ജ്യോത്സ്യന്മാരുടെ സവിധത്തിൽ പോയി ഇത്തരത്തിലുള്ള പ്രശ്നം വെച്ചു നോക്കുന്ന പണിയില്ലയോ? ഈ പ്രതിഷ്ഠകൾക്ക് മുന്നിൽ നിങ്ങൾ അർപ്പിക്കുന്നതായ പൂജകളില്ലയോ? അതെല്ലാം വൃഥാവിലാണ്, വൃഥാവിലാണ്. ഇത്തരത്തിലുള്ള നരബലിയിലൂടെ നിങ്ങൾ നടത്തുന്നതായ ഈ പൂജാകർമ്മങ്ങൾ അത് പിശാചിന്റെ ദുർവൃത്തിയിൽപ്പെട്ടതാണ്. ഫജ്തനിബൂ, നിങ്ങൾ പരിപൂർണമായി വെടിയണേ, ഒഴിവാക്കണേ. അതൊക്കെ നിങ്ങൾ ഒഴിവാക്കി. അതൊക്കെ ഇസ്ലാമിലില്ലാത്ത ദുരാചാരമാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിലേതാകുന്ന തട്ടമിട്ടതാകുന്ന മംഗമാർ, പാറത ധരിച്ച മുസ്ലിം നാമധാരികളാകുന്ന സഹോദരിമാര് പോലെ അന്യമതത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട തന്നെ വ്യാജ ജിന്നുമാരും ജിന്നുപ്പുമാരുടെയും സമൂഹത്തിൽ പോയി ചികിത്സ തേടുന്നവരുണ്ട്. യഥാർത്ഥ സുന്നത്തമായത്തിന്റെ സാദാത്യങ്ങളും ആലിമീങ്ങളും ഇവിടെയുണ്ട്. അവരോട് വിഷമങ്ങളോ പ്രയാസങ്ങളോ പറയാതെ ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷകന്മാരുടെ അടുക്കൽ പോയി മോശമാകുന്ന ഇതിവൃത്തത്തിൽ ജീവിക്കുന്ന മുസ്ലിം അംഗമാര് വരെ നമുക്കിടയിലുണ്ട്. ശ്രദ്ധിച്ചോ, നിങ്ങൾ പോകുന്നത് കുഫ്രിയത്തിലേക്കാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചില ആളുകളുണ്ട് വലിയ ബിസിനസ്സിലേക്ക് എത്തുമ്പോ, ഒരു കാലഘട്ടത്തിൽ 000 ആയിരുന്ന ആളുകൾ അല്പസ്വല്പമൊക്കെ കച്ചവടവും ബിസിനസ്സും ഒക്കെ വരുമ്പോ വലിയ വലിയ മുതലാളിമാരുടെ കടകളിൽ കൊണ്ടുവന്ന് പൂജ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാനും എന്റെ കടയിൽ പൂജ നടത്തി എന്ന് പറയുന്നത് വലിയ വലിയ ആൾക്കാരൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതേപോലെ ഞാനും എന്റെ കടയിൽ നടത്തിയതാണ്. നീ മൂമിനാണോ? നിന്റെ ഈമാൻ തെറ്റിപ്പോകും. കള്ളു കുടിക്കുന്നവനെയും മോശമാകുന്ന രീതിയിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ കൊണ്ടുവന്ന് കടയിൽ കൊണ്ടുവന്ന് തുള്ളിക്കാൻ, എന്നിട്ട് കബഡി നിരത്തി നോക്കാൻ, ജ്യോത്സ്യപ്പണി നടത്താൻ നിഷിദ്ധമല്ലേ? അവരുടെ വാക്ക് കേട്ട് വിശ്വസിച്ചാൽ അവൻ മുത്തുനബിയുടെ ഖുർആൻ കൊണ്ട് അവിശ്വസിച്ചവനാണ്. നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞതാണ്. നിസ്സാര വിഷയമാണോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂലൂ. ആരൊരുവൻ ജ്യോത്സ്യന്റെ സൗദത്തിൽ പോയി അവരുടെ അടുക്കൽ പോയി പ്രശ്നങ്ങൾ വെച്ചാൽ, അവര് പറയുന്ന വാക്കുകൾ വിശ്വസിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദരവായ പ്രവാചകന്റെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ കൊണ്ട് കളവാക്കിയവനാണ് സ്വഹാബ. അവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവൻ അവിശ്വാസിയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആര്? ഈ ജ്യോത്സ്യന്റെ അടുക്കൽ പോയി പ്രശ്ന പരിഹാരത്തിന് പോയിട്ട് അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടാൽ, അയാൾ പറഞ്ഞിട്ട് എന്താ പറയാ? ഇവിടെ ഈ വീട് ഇവിടെ അങ്ങോട്ട് പൊളിച്ചിങ്ങോട്ട് കളഞ്ഞേക്കും. അവന് ഒരു വിധത്തിൽ പണിഞ്ഞു വെച്ച സംഭവം. 50 ലക്ഷം രൂപ മുടക്കിയിട്ട് പണിത വീടാൻ, ആ വീടിന്റെ 2 മുറി പൊളിച്ചേക്കാൻ. എന്തിന്? അതവിടെ കഞ്ഞിമൂലയിൽ അത് വന്നുപോയി, ഇത് വന്നുപോയി. മുൻഗാമികളായ ഒരൊറ്റ അയിമത്തും പഠിപ്പിക്കാത്തതായ മോശമായ പ്രവണത. ഇവിടെ എത്രയോ സൂഫിയാക്കൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ജീവിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു സമുന്നതരായ ആലിമീങ്ങൾ, സാദാത്യങ്ങളുണ്ട്. അവരാരും നമുക്ക് പഠിപ്പിക്കാത്ത നിലയ്ക്ക് ഇത്തരത്തിലുള്ള പ്രവണതകൾ പറഞ്ഞ് വീടിൻ്റെതാകുന്ന എല്ലാ ഭാഗങ്ങളും പൊളിപ്പിച്ച് സായുജ്യമണിയെന്നവർ, എന്നിട്ട് അതിൽ നിന്നൊക്കെ കാശ് പിടുക്കുക. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. നിങ്ങൾ ഏത് ദുർമന്ത്ര ചികിത്സയ്ക്ക് ഇരിക്കുന്നവരുടെ അടുക്കൽ പോയി നോക്കിക്കോ, അവരാ ചികിത്സ തുടങ്ങിക്കഴിയുമ്പോഴേ പറയും നിനക്ക് സീറുണ്ട്. ആരാ സീർ ചെയ്ത്? അപ്പൊ പറയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഏത് വ്യക്തിക്കും ഉണ്ടാവും കുടുംബത്തിലൊരു ശത്രു. അപ്പൊ ഉടനെ നമ്മൾ അവനെ മനക്കാണ്. പറഞ്ഞു ശരിയാണ്. പിന്നെ ആ പാവം പിടിച്ചവനെ കണ്ട സലാം പറയത്തില്ല, അവനെ കണ്ട് തിരിഞ്ഞടക്കുക. അത് ഏത് വ്യക്തിക്കുണ്ട്? കുടുംബത്തിലെ അസൂയാക്കാരും ആരാലും ഉണ്ടാവും, ഏത് വ്യക്തിക്കും ഉണ്ടാവും. വളരെ കുറവാണ് കുടുംബത്തിൽ ശത്രുക്കളില്ലാത്തവർ, ഇല്ലെങ്കിൽ അയൽപക്കങ്ങളിൽ ശത്രുക്കളില്ലാത്തവർ. അപ്പൊ അവരെ ചൂണ്ടി പറയാൻ. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ഉയർച്ചയ്ക്കൊക്കെ തടയിട്ട് നിൽക്കുന്നത് അവരാ. എന്നാ എന്തെങ്കിലും ഒരു സാധനം തന്നേക്ക് കേട്ടോ, എഴുതി തന്നേക്ക്. പിന്നെ അതുമായിട്ട് ഇങ്ങനെ നടക്കുക.
ആരെടുത്താ പോകുന്നത്? അലിഫ് ബാ അറിയാത്ത ഇവൻ ഈ എഴുതി തരിക്കുന്ന സാധനം എടുത്ത് മറിച്ചാൽ ചുക്ക് മുളകെന്ന് എഴുതി വെച്ചേക്കുമായിരിക്കും. എന്താ എഴുതിയെന്ന് അവനെ അറിയാൻ മേല. അറബിയൊന്നുമല്ല, ഒരക്ഷരവും ഇല്ല, എന്തൊക്കെ എഴുതി കുത്തി കുറുക്കി വെച്ചിരിക്കാൻ. ഒരു ബന്ധമില്ലാത്ത സാധനമാണ് ഈ തന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും മസാറി വിൽക്കാൻ കിട്ടുന്ന ഒരു സാധനം അവിടുന്ന് വിലക്കെടുത്തിട്ട് ആ തകിടിനകത്താക്കിയിട്ട് കൊണ്ടുവന്ന് വന്നിരിക്കാൻ. നീ ഇത് കാര്യമായിട്ട് കഴുത്തെ കെട്ടിയിട്ട് നടക്കാൻ. വിഷയങ്ങൾ വാങ്ങിക്കൻ, നമ്മൾ ഓതിൻ, ബറക്കത്തെടുക്കൻ, അതിനൊന്നും ഞാൻ എതിര് പറയല്ല. പക്ഷെ വ്യാജന്മാര്, വ്യാജ ചിഹ്നമ്മമാര്, വ്യാജ ചിഹ്നപ്പമാരും ഇന്ന് കൂടിയിരിക്കുന്ന കാലഘട്ടമാണ്. ധാരാളമുണ്ട്. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെയും ആണ്ട് കഴിക്കപ്പെടുന്ന മാസമാണ്. ഖാദിരിയ എന്ന് പറയുന്ന മഹത്തായ തുരീക്കത്ത് പോലും വ്യാജമായ കള്ളത്തുരീക്കത്തുകൾ സമൂഹത്തിൽ ധാരാളം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. യഥാർത്ഥ ഖാദിരിയ തുരീക്കത്ത് പരിപൂർണമായി ജനങ്ങൾ അറിയാതെ പോകുന്ന കാലഘട്ടം. വ്യാജന്മാരുടെ പുറകെ വളരെ ശ്രദ്ധിക്കണേ. അപ്പൊ അവിടെ ഉസ്താദ് റാത്തീബ് നടക്കുന്നുണ്ട്, മുഹീദ് റാത്തീബ്. അതുകൊണ്ട് ഞാൻ പോയതാ. റാത്തീബും കുത്തുബിയത്തൊക്കെ നടക്കും. അതുകൊണ്ടുകൊണ്ട് ആ ആള് നല്ലതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഇങ്ങനത്തെ ആളുകളൊക്കെ ജനങ്ങളെ വശീകരിക്കണമെങ്കിൽ റാത്തീബ് നടത്തും, കുത്തുബിയത്ത് നടത്തും, നല്ല ചോറും നെയ്ച്ചോറും ഒക്കെ കൊടുക്കും. അപ്പൊ അതൊക്കെ കഴിച്ച് റാഹത്തായിട്ട് പതുക്കെ അയാളെ കുറിച്ച് ആരും ഒന്നും പറയാതെ എന്തെങ്കിലും കിട്ടുന്നത് വാങ്ങിച്ച് മിണ്ടാതിരിക്കും. വ്യാജന്മാര് വളരെയേറെ കൂടുതലാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിനെ മറക്കുന്ന പ്രവണതയാണ് ഇത്തരത്തിലുള്ള കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളൽ. ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവണതയാണ്. ഇസ്തഹ്വദ അലൈഹിമു ശൈത്വാൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബു ശൈത്വാൻ അലാ ഇന്ന ഹിസ്ബ ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരിൽ നിന്നാണ് പടച്ചറബ് ഹിദായത്തിന്റെ വെളിച്ചം കെടുത്തിക്കളയുക. മാത്രമല്ല മറന്ന് ജീവിക്കുക മാത്രമല്ല, ആ മറന്ന് ജീവിക്കുന്നതിനോടൊപ്പം കള്ളുകുടിച്ചുകൊണ്ടും ലഹരി നുണഞ്ഞുകൊണ്ടും നിലകൊള്ളുന്നവനെ തീർച്ചയായും അള്ളാഹുവിനെ തൊട്ട് പരിപൂർണമായി മറപ്പിക്കുകയാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 പേര് ഈ വിഷയത്തിൽ ശപിച്ചു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത. മദ്യത്തിന്റെ വിഷയത്തിൽ 10 പേരെയാണ് റസൂലുള്ളാഹി ശപിച്ചത്. ആദരവായ പ്രവാചകൻ 10 പേരെ തന്നെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിച്ചു അത്രേ. ഈ ദുനിയാവിൽ ലഹരി നുണയുന്നതായ ചെറുപ്പക്കാർ, അത് വിറ്റ് ജീവിക്കുന്നതായ സഹോദരങ്ങൾ, ജീവിതത്തിൽ ഏതെങ്കിലും കൂട്ടുകാരികളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് കുടിച്ചു പോയിട്ടുള്ളവർ ശരിക്കും ശ്രദ്ധിക്കണേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 പേരെ ശപിച്ചു അത്രേ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത ആസിറഹാ. മദ്യം അത് വാറ്റാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ, അത് വാറ്റുന്നവനെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. വമുഅ്തസിറഹാ, അത് വാറ്റാൻ നിർദ്ദേശിച്ചവനെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല, വശാരിബഹാ, അത് കുടിക്കുന്നവനെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. വാഹനത്തിന്റെ ഡ്രൈവർമാരില്ലേ, വാഹനം ഓടിക്കുന്ന ആളുകളില്ലേ, ഉസ്താദേ ഞാൻ ബീവറേജിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ ഇന്ന് വരെ കള്ളു കുടിച്ചിട്ടില്ല, വാഹനം ഓടിക്കുന്ന ജോലിയാണ്, സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് നീ പറയരുതേ. നിന്റെ ആ ഡ്രൈവർ പോസ്റ്റ് നല്ലതല്ല. കാരണം റസൂലുള്ളാഹി ശപിച്ച വിഭാഗമാണ് വഹാമിലഹാ.
മയക്കുമരുന്നാകട്ടെ, മദ്യമാകട്ടെ, അത്തരത്തിലുള്ള സാധനങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കുന്നവൻ അവൻ തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമാണ്, ശാപമാണ്. തീർന്നില്ല. വൽ മഹ്മൂലത ഇലൈഹി, ആർക്ക് വേണ്ടിയാണ് വഹിച്ചുകൊണ്ട് നടക്കുന്നത് അവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. വസാഖിയഹാ, ഈ മദ്യം വിളമ്പി കൊടുക്കുന്ന സപ്ലയറെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. കള്ളുഷാപ്പുകളിൽ മദ്യം വിൽക്കുന്നവനല്ല, അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. വബായിഹ, അത് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരനെയും വആകില സമനിഹ, അത് ഷെയർ ചെയ്യാനുള്ള ബിസിനസ്സായി ബീവറേജിലേക്ക് ഷെയർ ചേർന്ന് ബാർ ഹോട്ടലിലേക്ക് എന്റെ ഒരു വിഹിതം തരാം, ഒരു 10 ലക്ഷം ഞാൻ നൽകാം, എനിക്ക് മാസം ഇത്ര നൽകിയാൽ മതി എന്ന് പറഞ്ഞ് ബാർ ഹോട്ടലിൽ പോയി അതിന് ഷെയർ ചേർന്ന് അതിൻ്റെതാകുന്ന വരുമാനം പറ്റിക്കൊണ്ട് കഴിയുന്നവരെ നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. വൽ മുസ്തരിയ ലഹാ, ആ മദ്യം വാങ്ങിക്കൊണ്ട് വരുന്നവരെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. കൂട്ടുകാരൻ പൈസ കൊടുത്തു, വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. മണിക്കൂറുകൾ ബീവറേജിന്റെ മുന്നിൽ പോയി ആരോരും അറിയാതെ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവരുന്നവരെ നീ കുടിച്ചിട്ടില്ല എങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂല് നിന്നെ ശപിച്ചിരിക്കുകയാണ്. വൽ മുസ്തറാത ലഹു, 10ാമതായി റസൂലുള്ളാഹി പറയുകയാണ്, ആർക്ക് വേണ്ടിയാണോ നീ വാങ്ങിച്ചത്, നിന്റെ കയ്യിൽ പൈസ തന്നിട്ട് നിന്നെ പറഞ്ഞു വിട്ടവനെയും റസൂലുള്ളാഹി ശപിച്ചു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനെ കുറിച്ച് മോശമായ വർത്തമാനം പറയാത്ത, ഒരൊറ്റ സേവകനെയും നബിതങ്ങൾ അടിച്ചിട്ടില്ല, തന്റെ ഭാര്യമാരെയും അടിച്ചിട്ടില്ല, ഒരാളെയും പ്രവാചകൻ ഉപദ്രവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ധർമ്മസമരത്തിലല്ലാതെ ലോകത്തൊരൊറ്റ വ്യക്തിയെ നബിതങ്ങൾ അടിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. മോശമായ വാക്ക് പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, ഏഷണി പറഞ്ഞിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല, പരദൂഷണത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ നബി 10 പേരെ തന്റെ ഷറഫായ നാവ് കൊണ്ട് ശപിച്ചു. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് കാക്കട്ടെ. അവരെന്തായാലും നരകത്തിന് ഉറപ്പാണ്. കാരണം എന്തുകൊണ്ട്? നബി ശപിച്ച വിഭാഗം അള്ളാഹു ശപിച്ച വിഭാഗമാണ്. നബി ശപിച്ച വിഭാഗത്തിന് ആമീൻ പറയുന്ന ആരാണ്? മലക്കുകളാണ്. സർവ്വ മലക്കുകൾ ആമീൻ പറയും. സർവ്വ ഇമ്മത്തുകളും ശേഷം വരുന്ന പിൽക്കാലത്തുള്ള സാലിഹീങ്ങളും ഒക്കെ ശപിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 10 പേരെ അതാണ് എണ്ണി പറഞ്ഞത്. മദ്യം മാറ്റുന്നവൻ, മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചവൻ, അത് കുടിക്കുന്നവൻ, അത് ഒഴിച്ചു കൊടുക്കുന്നവൻ, അത് ചുമന്നു നടക്കുന്നവൻ, ചുമക്കാൻ വേണ്ടി നിർദ്ദേശിച്ചവൻ, അത് വാങ്ങിക്കൊണ്ട് വരുന്നവൻ. ചില ആളുകളുണ്ട് ഗൾഫിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് വരും, എന്നിട്ട് കൂട്ടുകാർ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് ഇവന്റെ വാദം എന്താ? എനിക്ക് വേണ്ട, ഒഴിക്കല, നല്ല സാധനമാണ്, കുടിച്ചോ വേണ്ട, ഞാൻ നിങ്ങളെ സംതൃപ്തിപ്പെടുത്തിയാണ്. കൂട്ടുകാരാകുമ്പോൾ അങ്ങനെയാണല്ലോ. ഈ സാധനം വാങ്ങിച്ച് നല്ല കാട്ടറായി വാങ്ങിച്ച് അടുപ്പിക്കുകയാണ്. ഈ കൊണ്ടുവന്നവനുണ്ടല്ലോ അവനെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചു. ആണ് മനസ്സിലാക്കേണ്ടത്. വൽ മുസ്തരിയ ലഹ, ഇതിനെ വാങ്ങിച്ചു കൊണ്ടുവന്നവനെയും ആര് ശപിച്ചു? നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ മനസ്സിലാക്കണം, നമ്മുടെ ഉമ്മത്ത് അറിയേണ്ടതാണ്. പലരും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു പെട്ടിക്കകത്ത് ഒരു സാധനം ഇരിപ്പുണ്ട്, നല്ല റാഹത്തായിട്ട്. 2 കൂട്ടുകാരെ വിളിച്ചിട്ട് ബാക്കി കൊടുക്കും. അതാ നല്ല സ്വയം സാധനമാണ് കേട്ടോ, അടിച്ച നമ്മുടെ കൂട്ടുകാരാണ്, പഴയ കൂട്ടുകാരാണ്. അമ്മമാരെ മറക്കാൻ പറ്റൂല, വന്ന വഴി മറക്കരുത്. പണ്ട് അമ്മമാരോട് ഇപ്പൊ ഇരുന്ന് അടിക്കായിരുന്നു, ഇപ്പൊ ഒറ്റയ്ക്കിരുന്ന് അടി, കൂട്ടത്തിരുന്ന് അടിക്കത്തില്ല. അതുകൊണ്ട് സ്റ്റാറ്റസിന് വെച്ചിട്ട് അമ്മമാർക്ക് കൊടുക്കാൻ പറ്റൂല. ആര് ശപിച്ചിട്ടുണ്ട്? ഹബീബ് റസൂലുള്ളാഹി. സമൂഹത്തിൽ നടക്കുന്ന 1400 വർഷം മുമ്പ് നബി തങ്ങൾ അത് പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. അപ്പൊ ചിന്തിക്കണേ, ഈമാൻ തെറ്റിപ്പോകുന്ന ഘടകമാണ്. ഈമാൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകും ലഹരി നുണയുന്നതിൽ നിന്നെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈമാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് 5 നേരം നിസ്കരിച്ച് ദ്വാരുന്നത്.
ഈമാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ എന്ന് ദുആ ചെയ്തത്. ഈ ഈമാൻ നിലനിൽക്കാനാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ചെയ്തത്. ഈ ഈമാൻ നിലനിൽക്കാനാണ് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദീത എന്ന് ദുആ ചെയ്തത്. ഈ ഈമാൻ കിട്ടാൻ വേണ്ടിയാണ് നബി തങ്ങൾ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി എന്ന് ദുആ ചെയ്തത്. ഈ ഈമാൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹിൻ എന്ന് ദുആ ചെയ്തത്. ആ ഈമാനാണ് തെറ്റിപ്പോകുന്നത് ലഹരി നുണയുന്നതിലൂടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സ്റ്റാമ്പ് രൂപത്തിൽ ഗുളിക രൂപത്തിലൊക്കെ കിട്ടണം. നാക്കിനടിയിൽ വെച്ചാൽ MDMA LSD ഈ സാധനങ്ങളൊക്കെ വെച്ചാൽ ദിവസങ്ങൾ അതിന്റെ എഫക്റ്റ് നിൽക്കും. 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ നിർത്താതെ ഡിസ്കോ ബ്രേക്കുകൾ കളിക്കും ചെറുപ്പക്കാർ. ഒരു ബ്രേക്ക് അടിയാത്തവനാണ്. പക്ഷെ ഇത് അടിച്ചു കഴിയുമ്പോൾ നല്ല സ്റ്റെപ്പ് അവന്റെ കയ്യിൽ നിന്ന് വരും. കൈയും കാലും ഒക്കെ അനക്കം വെക്കാൻ തുടങ്ങും. കണ്ടില്ലേ റോഡിൽ കിടന്ന് ചില ആളുകൾ ഡിസ്കോ ബ്രേക്ക് കളിക്കും. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്റ്റെപ്പ് ഇടാൻ അറിയാത്തവനാണ്. പക്ഷെ 10 സ്റ്റെപ്പ് വേണമെങ്കിൽ ഇട്ട് കാണിക്കും ഇത് അടിച്ചു കഴിയുമ്പോൾ. നാക്കിനടിയിൽ സാധനം വെച്ചാൽ മതി. നമ്മളിന്ന് പഴയ കാലഘട്ടം പോലെയല്ല. കണ്ണ് ചുമന്ന് ഇരിക്കുന്ന മണമൊക്കെ ഉള്ള ആളെ വ്യക്തിയെ നോക്കിയിട്ടോ അയാൾ കള്ളു കുടിക്കുന്നറിയും. ഇന്നിപ്പോ അതൊന്നുമില്ല. വായിക്കകത്ത് നല്ല സുഗന്ധം പരത്തുന്ന സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഏലക്കാട് രൂപത്തിലുള്ള സിഗരറ്റ് വന്നിട്ടുണ്ട്. വലിച്ചു കഴിഞ്ഞാൽ വായിക്കാത്ത നല്ല ഏലക്കാണ്. മോനെ എവിടുന്നാണ് നീ ഏലക്കായിട്ട് ചായ കുടിച്ചതെന്ന് ഉമ്മ ചോദിക്കും. ആ കാലത്തിലുള്ള നല്ല ഏലക്കാട് മണം. അങ്ങനത്തെ സിഗരറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഏത് ഫ്ലവർ വേണം അതിനനുസരിച്ചുള്ള സാധനം ഇറങ്ങിയിട്ടുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയൂല. കണ്ണ് ചുവന്നിരിക്കുമായിരുന്നു കള്ളു കുടിക്കുന്നവന്റെ. അപ്പൊ കണ്ണിലൊഴിക്കാൻ പ്രത്യേക തുള്ളി മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇറങ്ങിയാൽ നമ്മുടെ കണ്ണിനേക്കാൾ നല്ല തെളിഞ്ഞിരിക്കും. നമ്മളെ കാണുമ്പോൾ മുസ്ലിയാർ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. നമുക്ക് ഉറക്ക ക്ഷീണം കാരണം ആ രീതിക്ക് നല്ല കണ്ണിന് തെളിച്ചുണ്ടാകുന്ന സാധനം തുള്ളിനീര് വരെ വന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെ പാറിപ്പോയി ലോകം. അത്രത്തോളം മാറ്റം വന്നു. ഒരു നിലയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റൂല. ഇത്തരത്തിലുള്ളതാകുന്ന തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്നവരുടെ അവസ്ഥ 2 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഖുർആൻ. ഞാൻ നിർത്തുകയാണ്, വേഗം നിർത്തും. ഒരു 10 മിനിറ്റ് ശ്രദ്ധിക്കണേ നിങ്ങൾ. 2 കാര്യങ്ങൾ കള്ളുകുടിക്കുന്നവരിൽ നിന്ന് ലഹരി നുണയുന്ന മക്കളിൽ ഉണ്ടാവും. എന്താണത്? ഒന്ന് ശത്രുതാ മനോഭാവമാണ്, മറ്റൊന്ന് ദേഷ്യമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. 2 കാര്യങ്ങളുണ്ടാവും എപ്പോഴും. എല്ലാവരുടെ ശത്രുത ഖുർആനാണ് പറഞ്ഞത്. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر. തീർച്ചയായും ഈ ചൂതാട്ടത്തിലൂടെയും മദ്യത്തിലൂടെയും ജനങ്ങളുണ്ടായി തീർക്കുന്നത് ദേഷ്യമാണ്. ജനങ്ങളോട് ശത്രുതയാണ്. എല്ലാവരുടെ ശത്രുത. വാപ്പയോട് ദേഷ്യം, ഉമ്മാട് ദേഷ്യം. 5 മണിക്കൂറായി മകൾ റൂമിൽ കയറി ഇരുന്നിട്ട് അല്ലെങ്കിൽ മകൻ കയറി ഇരുന്നിട്ട് ആ റൂമിന്റെ ഡോറ് ചെന്ന് അങ്ങോട്ട് തുറക്കുമ്പോ തന്നെ ദേഷ്യം പിടിക്കും. മോനെ വല്ലതും കഴിക്കണ്ടടാ, അത് എന്നെ വിളിക്കണ്ട, ഞാൻ വന്നോളാം അങ്ങോട്ട്, എനിക്കറിയാലോ കഴിക്കണ വേണ്ട. വാപ്പാട് ഉമ്മാട് ദേഷ്യം പിടിക്കുന്ന മക്കൾ സാധനം അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിനെ ഡിസ്റ്റർബ് ചെയ്യല്ലോ. കുത്തിവെച്ചോണ്ടിരിക്കുന്ന ഇഞ്ചക്ഷൻ ചെയ്യാൻ. വാപ്പാടെ ഇൻസുലിൻ എടുക്കുന്ന സിറിഞ്ച് കാണുന്നില്ല. നോക്കുമ്പോ മകന്റെ ബാഗിനകത്തിരിക്കാൻ. മകൻ വേറെ സാധനം എടുക്കുന്നുണ്ട്, കുത്തിക്കൊണ്ടിരിക്കുക. മക്കളെ ശ്രദ്ധിക്കണം നമ്മൾ, അല്ലെങ്കിൽ വലിയ പ്രശ്നമായി തീരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിൽ ആണും സമമാണ്, പെണ്ണും സമമാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന മക്കൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല മെലിഞ്ഞുണങ്ങി ഒട്ടകത്തെ പോലെ ഇരിക്കാൻ. എന്താണ് മെലിഞ്ഞിരിക്കാൻ കാരണം? എന്താ? ഹോസ്റ്റൽ കൂട്ടുകാരുകളായിട്ട് ഒന്നിച്ചിരുന്നിട്ട് നല്ല ചിയേഴ്സ് പറഞ്ഞ് കഞ്ചാവ് അടിച്ചോണ്ടിരിക്കുക. കഞ്ചാവ് അടിച്ചാൽ മെലിയും. ഇത് വാപ്പായും ഉമ്മയും അറിയണം. അല്ല നമ്മളവർക്ക് അവിടെ പോയിട്ട് ഹോസ്റ്റലിലെ ഫുഡ് മോശമാണ്, മെസ്സിലെ ഫുഡ് മോശമാണെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര കുഴിമന്തിയും കിഴിപൊറോട്ടയൊക്കെ എത്തി വാപ്പ വൈകുന്നേരം വരെ കുഴിയിലിറങ്ങിയിരിക്കുക. അത് കുഴിമന്തി ഉണ്ടാക്കി കൊടുക്കുക. എല്ലാ കാര്യമുണ്ട്. ഇവളിത് കഴിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും പോയി സാധനം വലിക്കുക. കലാലയങ്ങളൊക്കെ അത്തരത്തിൽ അകപ്പെട്ടു പോയി. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു ബഫ് പോലും വലിക്കാതെ ചെറുപ്പക്കാരില്ലാത്ത കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറിയിരിക്കാൻ. ഒന്ന് രുചിച്ചു നോക്കൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് നീ മരണപ്പെടുന്ന സമയത്ത് ഈമാനില്ലാതെ കാഫിറായി ചത്തുപോകുന്നതാണ്. നഊദു ബില്ലാഹ്. من مات مدمنا من الخمر يموت كعابد اللات والعزى.
ദുനിയാവിൽ കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, സഹോദര സഹോദരി, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നീ നിലകൊണ്ടാൽ അത് ക്യാമ്പസിൽ നിന്ന് തുടങ്ങിയ ശീലമാകട്ടെ, ഏത് സമയത്താകട്ടെ ലഹരി നുണഞ്ഞുകൊണ്ടാണ് ഈ ലോകത്ത് നീ മരണപ്പെടുന്നത് എങ്കിൽ യമൂതു കഅബിദില്ലാത വൽ ഉസാ, കാഫിറായി ചത്തുപോയ മക്ക മുശ്രിക്കുകളെ പോലെ അവിശ്വാസിയായിട്ടാണ് അവൻ ചത്തുപോകുന്നത് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈമാൻ തെറ്റിപ്പോകുന്നു എന്ന് മാത്രമല്ല, കുടിക്കുമ്പോൾ ഈമാൻ ഊരപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, തൗബ ചെയ്യാതെയാണ് നീ മരണം വരെ നിലകൊണ്ടത് എങ്കിൽ നീ ഇതാം ലോകത്ത് നിന്ന് വിട പറയുന്നത് കാഫിറായിട്ടാണ്, കാഫിറായിട്ടാണ്. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അറഅയ്ത മുദ്മിനം ബിൽ ഖമരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. തങ്ങൾ പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചാണോ, സദാസമയവും കള്ളു കുടിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്നവനെ കുറിച്ചാണോ കാഫിറായി ചത്തുപോകുമെന്ന് പറഞ്ഞത് എന്ന് സഹാബത്ത് സംശയം ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാണില്ല, അല്ല സാബ, അല്ല സാബ, 24 മണിക്കൂറും കുടിച്ച് നടക്കേണ്ടതില്ല. വലാകിൻ യശറബുഹാ ഹീന വജദഹാ വലൗ ബഅദ ഹീൻ. ഒരൽപ്പം കവിൾ തടം നിറച്ച് ഒരൽപ്പം കള്ളാണ് നീ കുടിച്ചത് എങ്കിലും, ഒരൊറ്റ സമയത്ത് മാത്രമാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചത് എങ്കിലും, നീ തൗബ ചെയ്യാതെയാണ് മരണപ്പെടുന്നത് എങ്കിൽ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. കള്ള് സദാസമയം അല്ലെങ്കിൽ ലഹരി 24 മണിക്കൂർ കുടിക്കണമെന്നില്ല. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കൂട്ടുകാരൻ പറയാം അപ്പൊ കുറച്ച് കുടിച്ചു കഴിഞ്ഞ് പിന്നെ തൗബ ചെയ്യാൻ വിട്ടുപോയി, തൗബ ചെയ്തിട്ടില്ല എങ്കിൽ കാഫിറായിട്ടാണ് ചത്തുപോകുക. ഹബീബ് റസൂലുള്ളാഹി. തീർന്നില്ല, അതാ കേട്ടോ. മറ്റൊരു ഹദീസ്, വേഗം നിർത്താൻ 2 ഹദീസ് കൂടി ശരിക്കും ശ്രദ്ധിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഇന്ന ശാരിബൽ ഖംരി യജീഉ യൗമൽ ഖിയാമ. ഒരുപാട് ശിക്ഷകൾ ഇവന് ഖബറിലുണ്ട് എന്ന് ഇപ്പൊ പറയുന്നില്ല, ശരിക്കും കേൾക്കണേ. മഹ്ശറിലേക്ക് വരുന്ന ഒരു കോലം ഹദീസ് പറയുന്നുണ്ട്. നബി തങ്ങൾ ഈ കള്ളു കുടിക്കുന്നവനെ മഹ്ശറിലേക്ക് കൊണ്ടുവരും. എങ്ങനെയാണ് കൊണ്ടുവരിക? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഇന്ന ശാരിബൽ ഖംരി യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഗൻ ലിസാനുഹു യസീലു ലുആബുഹു വയഖ്ദിറുഹു കുല്ലു മൻ റആ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് മുമ്പാകെ പറയുകയാണ്, സഹാബത്തെ സഹാബത്തെ, ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടതായ ആളുകൾ, അല്ലാഹുവിന്റെ ഖുർആനിലെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞുകൊണ്ട് നടന്ന ചെറുപ്പക്കാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, അവർ കാഫിറായി ചത്തുപോയി. മഹ്ശറയിലേക്ക് അവരെ തെളിക്കപ്പെടുമ്പോ യജീഉ യൗമൽ ഖിയാമ, അവൻ മഹ്ശറയിലേക്ക് അവനെ കൊണ്ടുവരുന്ന രംഗം മുസ്വദ്ദൻ വജ്ഹുഹു, അവന്റെ മുഖം വല്ലാതെ കറുത്തിരുന്നിരിക്കുകയാണ്. ഈ ദുനിയാവിൽ ലക്ഷങ്ങൾ വില മുടക്കിക്കൊണ്ട് ഫേഷ്യൽ ചെയ്തുകൊണ്ട് നടന്നവനാണ്. നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോ അവന്റെ മുഖം വല്ലാതെ വികൃതമായിരിക്കുകയാണ്, മുഖം വല്ലാതെ കറുത്തിരുണ്ടിരിക്കുകയാണ്. മുദ്ലിഗൻ ലിസാനുഹു, അവന്റെ നാവ് പുറത്തേക്ക് നീട്ടപ്പെട്ട നിലയിലാണ്, നാവ് പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുകയാണ്. പേപ്പട്ടിയുടെ നാവ് പുറത്തേക്ക് നീട്ടിയിട്ട് ആ നാവിൽ നിന്ന് ഈള ഇത്തി വീഴുന്നത് പോലെ യസീലു ലുആബുഹു, ആ നീട്ടിയിട്ട നാവിനൂടെ ഈള പുറത്തേക്ക് ഇത്തിത്തി വീഴുന്നുണ്ട്. ആ നാക്കിൽ നിന്ന് ഇങ്ങനെ ഉമനീര് പുറത്തേക്ക് ഇത്തിത്തി വീഴുകയാണ്. ആര് കണ്ടാലും വെറുക്കുന്ന കോലമാണ്. അതുകൊണ്ട് തന്നെ വയഖ്ദിറുഹു കുല്ലു മൻ റആ
ദുനിയാവിൽ വലിയ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനായിരിക്കാം, നല്ല ആകാര സൗഷ്ഠവമുള്ള പെങ്ങളായിരിക്കാം, കൂട്ടുകാരും ഒന്നിച്ച് ക്യാമ്പസുകളിലോ മരം ചുറ്റി പ്രേമത്തിനിടയിലോ ഏതെങ്കിലും ദാമ്പത്യ ജീവിതത്തിന്റെ വല്ലരികളിലോ ഒരല്പസമയം ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്താൻ കള്ള് ഒഴിച്ചു കൊടുത്തവരെ, അത് കുടിച്ചവരെ, മയക്കുമരുന്നിന് അടിമപ്പെട്ട ചെറുപ്പക്കാരെ, ലഹരി നുണഞ്ഞിട്ടുള്ള സഹോദര സഹോദരി, നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് തെളിക്കപ്പെടുന്ന രംഗമാണ്. മുഖം വല്ലാതെ കറുത്തിരണ്ട മുഖകമലമാണ്. നിന്റെ നാവ് പുറത്തേക്ക് നീട്ടപ്പെട്ടിരിക്കുകയാണ്. ആ നാവിൽ നിന്ന് ഈളയിത്തി വീഴുകയാണ്. നഊദു ബില്ലാഹ് വയഖ്ദിറുഹു കുല്ലു മൻ റആ. മഹ്ശറയിൽ നിന്നെ കാണുന്ന സർവരും എല്ലാവരും ആട്ടി ഓടിക്കുകയാണ്. മാറി നിൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടുകയാണ്. ഈ ദുനിയാവിൽ നിന്റെ സമ്പത്ത് വാങ്ങിച്ച് നിന്നോടൊപ്പം ബീവറേജിൽ വന്നിരുന്ന് സാധനങ്ങൾ വാങ്ങിച്ച് അടിച്ചവൻ, ബാർ ഹോട്ടലുകൾ നിന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയവൻ, നിന്റെ കൈകളിലേക്ക് സിഗരറ്റ് ആദ്യമായി വെച്ചു തന്നവൻ, അത് ഏത് വിരലിന്റെ ഇടയിലാണ് വെക്കേണ്ടത് എന്ന് നിന്നെ പഠിപ്പിച്ചവൻ, അത് റൗണ്ടായിട്ട് പുക വിടേണ്ടത് എങ്ങനെയാണ്, പുറത്തേക്ക് ഊതേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചവൻ, മൂക്കിലൂടെ എങ്ങനെയാണ് ദ്വാരത്തിലൂടെ, ആ മൂക്കിന്റെ നാസാധാരത്തിലൂടെ എങ്ങനെയാണ് പുക പുറത്തേക്ക് വിടണമെന്ന് നിന്നെ പഠിപ്പിച്ചവൻ, ഒരാൾ പോലും നിന്നെ രക്ഷിക്കാനില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണയില്ലാത്ത സ്ഥലമാണ് മഹ്ശറ. അവിടെ നീ വല്ലാതെ വിറങ്ങലിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, അവിടെ വെച്ചുകൊണ്ട് മനുഷ്യൻ ദാഹിച്ച് പരവശനായി നിലകൊള്ളുമ്പോ അതാ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലക്ക് മീതെ നിർത്തി കത്തിയാളെന്ന നരകത്തെ മുന്നിൽ വിചാരണ നടത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു പാനീയം കുടിപ്പിക്കും അത്രേ. ദുനിയാവിൽ ലഹരി നുണഞ്ഞവന് ഒരു പാനീയം അവിടെ കൊടുക്കും. ഏതാണത്? തീനത്തുൽ ഖബാലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന ലില്ലാഹി അഹ്ദാ ലിമൻ യശ്റബുൽ ഖംറ അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവന് ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചുകൊണ്ട് മഹ്ശറയിൽ വെച്ച് ജനകോടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമത്രേ. ഖാലൂ, സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ തീനത്തുൽ ഖബാൽ, ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, അറഖു അഹ്ലിന്നാർ ഔ ഉസാറതു അഹ്ലിന്നാർ. 3000 കൊല്ലം രാവും പകലും കത്തിക്കപ്പെട്ടതായ നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നരകാവകാശികളുടെ മുൻദ്വാരത്തിലൂടെയും പിൻദ്വാരത്തിലൂടെയും അവരുടെ കഷ്ടത്തിലൂടെയും അവരുടെ പിരടിയിലൂടെയും അവരുടെ ശരീരത്തിലൂടെയും അവരുടെ നാസ്വാധാരത്തിലൂടെയും അവരുടെ വായിലൂടെയും പുറത്തേക്ക് നിർഗളിക്കുന്നതായ നുരകളില്ലേ, പതകളില്ലേ, അവരുടെ പുറത്തേക്ക് വരുന്ന ചീഞ്ചലമില്ലേ, അവരുടെ വിയർപ്പിന്റെ കണികകളില്ലേ, അതെല്ലാം കൂടി അല്ലാഹു ജ്യൂസടിക്കുകയാണ്. മലക്കുകൾ മുഖേന ജ്യൂസടിച്ചു കൊടുക്കുകയാണ്. ഉസാറതു അഖിലിന്നാർ. ഈ ദുനിയാവിൽ കള്ളുകുടിച്ചവന്, ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞവന്, ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ചവന്, രസിച്ചവന്, രമിച്ചവന്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചവന്, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് പാങ്ക് മുഴങ്ങുമ്പോ ആ പാങ്ക് വിലയ്ക്ക് ഉത്തരവും കൊടുക്കാതെ ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവനല്ലേ, മയക്കുമരുന്ന് അടിമപ്പെട്ട ജീവിതം നടിച്ചവനല്ലേ, ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തുമ്പോ, കത്തിയാളെന്ന നരകത്തെ മുന്നിൽ കാണുമ്പോ, വല്ലാതെ ദാഹിച്ച് പരവശനായി നിലകൊള്ളുമ്പോ നിന്റെ ചുണ്ടിലേക്ക് സമാനിയാക്കളാകുന്ന ശിക്ഷകൾ നിർബന്ധിച്ചുകൊണ്ട് വാ തുറന്നിട്ട് ഒഴിച്ചു തരുകയാണ്. നരകാവകാശികളുടെ ചീഞ്ചലമാണതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വല്ലാത്ത ദുർഗന്ധമാണ് സാബ. ആ ദുർഗന്ധം വമിക്കുന്ന
കുടിക്കുന്നതായ ആർക്കും ഒരിക്കലും പോലും കുടിച്ചു തീർക്കാൻ പറ്റാത്ത തൊണ്ടയിൽ കെട്ടുന്ന പാനീയത്തെ നിർബന്ധിച്ചുകൊണ്ട് മലക്കുകൾ കുടിപ്പിക്കുമേ. നരകാവകാശികളുടെ ചീഞ്ചലമാണ് ആ പാനീയമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വ്യഭിചരിക്കുന്ന സഹോദര സഹോദരിമാരുടെ മുൻദ്വാരത്തിലൂടെ ഇങ്ങനെ ചീഞ്ചലം ഒഴുകിക്കൊണ്ടാണ് മഹ്ശറിലേക്ക് വരിക. ആര് കണ്ടാലും മറപ്പുളവാക്കുന്ന ചീഞ്ചലം. ഈ ദുനിയാവിൽ വിചരിച്ചവർ, അതും നരകാവകാശികളാകുന്ന ആളുകളുടെ കക്ഷത്തിലൂടെയും ഗുഹ്യത്തിലൂടെയും അവരുടെ ശരീരത്തിൽ നിന്നുമൊക്കെ പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് അതാണ് കുടിപ്പിക്കുക. ആർക്ക്? ദുനിയാവിൽ ലഹരി നുണഞ്ഞവനത് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനം മാത്രമല്ല, കാഫിറായി ചത്തുപോകുന്നു, നാളെ മഹ്ശറയിൽ ഏറ്റവും വലിയ അദാബുമാകുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചോദിക്കണം? നമ്മുടെ നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം മനസ്സറിഞ്ഞ് ഇന്ന് മുതൽ ചോദിക്കണം. ചോദിക്കൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കുമ്പോൾ ഇനി നമ്മൾ ഇഹ്ദിന പറയുമ്പോൾ ശരിക്കും പടച്ച റബ്ബേ ഈ ഹിദായത്ത് നിസാരമല്ല, ഇത് മുത്തുനബി ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ ഒരു ദുആ ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ ഒരു ദിവസം 17 തവണ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ദുആഉം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നിത്യജീവിതത്തിൽ 17 തവണ നിർബന്ധമായി ദിനേന അള്ളാഹുവിനോട് തേടേണ്ട ഒരൊറ്റ പ്രാർത്ഥനയും ഇതേ ഉള്ളൂ. മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. നമ്മുടെ എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു